ഹായ് മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണ്. എല്ലാവരും റിവിഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫിയുടെ 4ാമത്തെ ചാപ്റ്റർ കൺസ്യൂമർ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ശ്രദ്ധയോടെ ഇരിക്കുക. ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടോടാ എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല, എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. കാരണം ബൈഹാർട്ടായിട്ട് കുറേ പ്രാവശ്യം വായിച്ചാലും ചിലപ്പോൾ നമുക്കത് കിട്ടണമെന്നില്ല. അത്തരം സംഗതികൾ നമ്മൾ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി എക്സാമ്പിൾ സഹിതം പഠിച്ചു വെച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. ചില സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാനായിട്ടും പറ്റും. ഓക്കെ, റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഈ ചാപ്റ്ററിൽ എന്താണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. കൺസ്യൂമർ എന്താണ്, കൺസംഷൻ എന്താണെന്ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അതിന് മുൻപേ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞു കൺസെപ്റ്റാണ് മാർക്കറ്റ്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച സെയിം സാധനം. മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കം ടുഗദർ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഈ സാധനങ്ങളും സേവനങ്ങളും കൈമാറുന്ന ഒരു സ്ഥലത്തെ നമ്മൾ മാർക്കറ്റ് എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും എന്ത് ചെയ്യാം, സംഭവിക്കാം. ഈ സാധനങ്ങൾ കൊടുത്ത് വാങ്ങി കഴിയുമ്പോൾ രണ്ടു പേർക്കിടയിൽ ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം, തർക്കങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു സംഭവം വന്നു കഴിയുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ കൺസ്യൂമർ ആരാണ്, കൺസംഷൻ എന്താണ് നമ്മൾ പഠിക്കും. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് ഉപഭോക്തൃ സംതൃപ്തി എന്താണെന്ന് പഠിക്കും. ഓക്കെ, ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്താണ്, അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് കൺസെപ്റ്റുകൾ പഠിക്കാറുണ്ട്. ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ CUT, കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, അതിന്റെ അസംഷൻസ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണ് നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ, ഏകദേശം എത്ര ടൈപ്പ് ഗുഡ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കും. മെയിനായിട്ട് നമുക്കൊരു 6 ടൈപ്പ് ഗുഡ്സ് ആണ് മെയിനായിട്ടുള്ളത്. അത് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോൾ ഉള്ളൊരു കൺസെപ്റ്റ് പഠിക്കാനുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മെയിനായിട്ട് എക്സാമിന് ചോദിക്കുന്നത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഒന്ന് ആലോചിക്കുക, കുറേ പഴയ നിയമം. നമ്മുടെ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടായിരുന്ന 1986-ലെയാണ്. ബട്ട് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ അതിൽ കുറെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തി. ഈ 86-ൽ നിന്ന് 2019-ലേക്കുള്ള മാറ്റം എന്തൊക്കെയാണെന്ന് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അതിനുശേഷം റൈറ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. മെയിനായിട്ട് ഒരു 5 രീതിയിലുള്ള റൈറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിന്റെ ഹെഡിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ആൻസേഴ്സ് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് അറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുശേഷം ഇനി നമ്മൾ കൺസ്യൂമർ ആണ്. നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഒരാൾ പറ്റിച്ചു കഴിഞ്ഞാൽ, ഒരു ഷോപ്പുകാരൻ പറ്റിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു സാധനം മേടിച്ച് പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഉള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, കൺസ്യൂമർ കോർട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതാണ് സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ കോർട്ട്, 3 ടയർ അഡ്വൈസറി കമ്മിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് മെത്തേഡ്സ് റിലേറ്റഡ് ടു വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രോഡ്സ്. അതേപോലെ ഉള്ളൊരെണ്ണമാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ, ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഓക്കെ, അപ്പോൾ ഇത്രയും കൺസെപ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടെന്നുള്ളത് ഒരു ഔട്ട്ലൈൻ ആയിട്ടൊന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് ഓരോ സംഗതിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ പഠിക്കാം. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, വെറുതെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കരുത്. ഇപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഈ കാണുന്ന ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം നമുക്ക് എന്ത് ചെയ്യണം, ഉപകാരപ്പെടണം. ഈ ചാപ്റ്റർ തന്നെ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ഒരവസ്ഥ വരരുത്. ഇപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ചേക്കണം. ഇനി ഒരു പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യരുത്, ഈ സംഭവം വീണ്ടും നമുക്ക് ഒന്നേന്ന് തുടങ്ങി പഠിക്കേണ്ട അവസ്ഥ വരരുത്. ഈ ക്ലാസ് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. സോ ഇപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടണം എന്നുള്ള ലെവലിൽ വേണം എല്ലാവരും ഇരിക്കാനായിട്ട്. റെഡിയല്ലേ? പോകാം. അപ്പോൾ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 1ാമത്തെ കൺസെപ്റ്റ് ആണ് കൺസംഷൻ ആൻഡ് കൺസ്യൂമർ. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല വിശക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് കഴിക്കാനൊരു എക്സാമ്പിൾ, എനിക്ക് ബിരിയാണി കഴിക്കാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ആ ബിരിയാണി കഴിച്ചു, എൻ്റെ ആവശ്യം അവിടെ ഞാൻ നേടി. ഇതിൻ്റെ ഉള്ളിലുണ്ട് കൺസംഷൻ എന്താണ്, കൺസ്യൂമർ എന്താണ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ബിരിയാണി തിന്നുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം.
ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. പോയി ബിരിയാണി മേടിച്ച് എൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ളത് ഉപഭോഗം. കടയിൽ പോയിട്ട് ഞാൻ മേടിച്ച ഒരാളാണല്ലോ ഞാൻ, സ്വാഭാവികമായിട്ടും കടയിൽ പോയിട്ട് ഞാൻ മേടിച്ചല്ലോ, അപ്പം ഞാനാണ് അവിടെ എന്തെന്ന് പറയുന്നത്, കൺസ്യൂമർ എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഒരു സാധനം മേടിച്ചു, അതുകൊണ്ട് നമ്മുടെ ആവശ്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഉപഭോഗം അഥവാ കൺസംഷൻ എന്ന് പറയും. കടയിൽ പോയിട്ട് മേടിച്ച ആൾ ഞാനല്ലേ, സോ എന്നെ അവിടെ പറയുന്ന പേരാണ് കൺസ്യൂമർ. കിട്ടിയാലോ? അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങളുടെ ഒരു എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട്, എന്താണ് കൺസംഷൻ, എന്താണ് കൺസ്യൂമർ. എടാ എനിക്കൊരു ആവശ്യമുണ്ട്, അത് കടയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ കാര്യം നടക്കും, ഫുൾഫിൽ വൺസ് നീഡ്സ്. അപ്പോൾ എൻ്റെ ആവശ്യം അവിടെ നടന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ പറയും കൺസംഷൻ. അതേപോലെ സ്വാഭാവികമായിട്ട് കടയിൽ പോയിട്ട് ഈ ആവശ്യം ചെയ്യുന്ന ആൾ ആരാണോ അല്ലെങ്കിൽ ഈ മേടിക്കുന്ന ആൾ ആരാണോ അയാളെ പറയുന്ന പേര് കൺസ്യൂമർ. ഒരു ഡൗട്ടും ഇല്ല. ഈ ക്ലാസ്സിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തതാ, പഠിച്ച് കഴിഞ്ഞു. അപ്പൊ നോക്കാലോ എന്താണ് കൺസംഷൻ, കൺസ്യൂമർ. കൺസംഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ഫുൾഫിൽ വൺസ് നീഡ്. അതായത് അവിടെ പറഞ്ഞ പോലെ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ ഉപഭോഗം അഥവാ കൺസംഷൻ എന്ന് പറയുന്നു. ഇനി സാധനങ്ങൾ ഇപ്പോൾ വില കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന ഒരു എഗ്രിമെന്റിലോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ എന്ന് പറയുന്നത്. ഒരു ഡൗട്ടും ഇല്ല, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും. ഒറ്റ പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കി, എന്താണ് കൺസംഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു ഫുൾഫിൽ വൺസ് നീഡ്. അതായത് മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിനെ എന്ത് പറയും, ഉപഭോഗം എന്ന് പറയും. അതിനുശേഷം എന്താണ് കൺസ്യൂമർ? കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വില കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൊടുക്കാമെന്നൊരു എഗ്രിമെന്റിലോ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന ഒരാളെ നമ്മൾ പറയും എന്ത്, കൺസ്യൂമർ എന്ന് പറയും. സെറ്റാണല്ലോ. ഒന്നാമത്തെ ചോദ്യം നമ്മൾ എന്ത് ചെയ്തതാ, അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, അതായത് ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കുള്ളൂ. ഓക്കെ, ഈ പറഞ്ഞ കൺസംഷൻ, എനിക്ക് വിശക്കുന്നുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടും പൈസ ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞൊരു കുഴിമന്തിയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ലക്ഷറിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. ഏറ്റവും കയ്യിൽ വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വില കുറഞ്ഞൊരു ഫുഡേ ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യുള്ളൂ, ഓർഡർ ചെയ്യാനോ കഴിക്കാനോ നോക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉപഭോഗത്തിനെ അല്ലെങ്കിൽ ഈ പറയുന്ന കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണുള്ളത്. ഇപ്പം തന്നെ പഠിച്ചു കേൾക്കുക, ഇനി വേറെ സമയം മാറ്റി വയ്ക്കരുത്. ഫസ്റ്റ് വൺ പ്രൈസ്, സാധനങ്ങളുടെ വില. സെക്കൻഡ് വൺ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, ഗുണമേന്മ. തേർഡ് വൺ റിലയബിലിറ്റി അഥവാ വിശ്വാസ്യത. ആൻഡ് ലാസ്റ്റ് വൺ ആഫ്റ്റർ സെയിൽ സർവീസ് അഥവാ വിൽപ്പനാനന്തര സേവനം. വൺസ് അഗൈൻ, പ്രൈസ്, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, അതേപോലെ റിലയബിലിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, സാധനങ്ങളുടെ വില, ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം. ഇത്രയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ കൺസംഷൻ. ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഒപ്പം പറഞ്ഞു നോക്കി ഏതൊക്കെയാ, പ്രൈസ്, ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്, റിലയബിലിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, സാധനങ്ങളുടെ വില, ഗുണമേന്മ, അതേപോലെ വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം. ഇത്രയും കാര്യങ്ങളാണ് ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് അവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ നമ്മൾ ഇതേ 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മൾ ആകെ 2 ക്വസ്റ്റ്യനെ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് കൺസംഷൻ, കൺസ്യൂമർ, ഡൗട്ട് ഒന്നുമില്ല. അതിനുശേഷം ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ കൺസംഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കി. ഡൗട്ടില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. നോട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോകണം. ഓക്കെ, നോട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു പോകണം. അതല്ല നമ്മുടെ മെറ്റീരിയൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിരുന്നാലും മതി. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് എന്ത് ചെയ്യണം, ഇതേപോലെ മാർക്ക് ചെയ്ത് അവിടെ പറഞ്ഞ് പോകണം എന്തായാലും കേട്ടോ. ഓക്കെ, നമ്മുടെ മെറ്റീരിയലിലുള്ള ഓർഡറിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എടാ നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിച്ചു, നമുക്കത് യൂസായി അല്ലെങ്കിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റി, നമുക്കത് ഉപകാരപ്പെട്ടു, അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നതാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് ഏതെങ്കിലും ഒരു സാധനം വേണം, നമ്മൾ മേടിച്ചു, ഉപയോഗിച്ചു, നമ്മുടെ ആവശ്യം നടന്നു, നമുക്കത് ഇഷ്ടപ്പെട്ടു, നമുക്കത് സെറ്റായി എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു, നമുക്കത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റി, നമുക്കത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ നമ്മൾ പറയുന്നതാണ് എന്ത്, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കി, നമുക്കൊരു സാധനം വാങ്ങിച്ചു, അത് ഇഷ്ടമായി എന്ന് നമ്മൾ പറഞ്ഞു, നമുക്കത് എന്തോരം ഇഷ്ടമായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂ? അത്ര എളുപ്പമല്ല. അതായത് എനിക്കത് 3 ഇഷ്ടമായി അല്ലെങ്കിൽ 4 ഇഷ്ടമായി, ഇതേപോലെ നമ്പറിൽ പറയാനായിട്ട് പറ്റൂ? എളുപ്പമല്ല അല്ലേ? എളുപ്പമല്ല. അപ്പോൾ അതേപോലെ നമുക്കത് മാത്തമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റൂല, എപ്പോഴും നമുക്ക് അതേപോലെ പറയാൻ പറ്റണമെന്നില്ല. കാരണം ഓരോരുത്തരുടെ മെന്റൽ സ്റ്റേറ്റും വ്യത്യാസമായിരിക്കുള്ളൂ. ഇപ്പോൾ എനിക്ക്
ഒരു ആപ്പിൾ വേണം എന്ന് തോന്നി, ആപ്പിൾ മേടിച്ചു, ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. എത്രത്തോളം സാറ്റിസ്ഫൈഡ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ 4 സാറ്റിസ്ഫൈഡ് ആയെന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ആപ്പിൾ മേടിച്ചു, നിങ്ങൾ എന്തോരം സാറ്റിസ്ഫൈഡ് ആയെന്ന് ചോദിച്ചാൽ എന്നേലും ആപ്പിൾ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ പറയും ഞാൻ 10 സാറ്റിസ്ഫൈഡ് ആയി, വേറെ ആപ്പിൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ പറയും ഞാൻ 1 സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഈ പറഞ്ഞ മാത്തമാറ്റിക്കലി അതിന് വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, എന്നാൽ സംതൃപ്തിയിൽ ഉണ്ടാകുന്ന ഗതിവിധികൾ അറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം, അത് തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. ഹൗ എവർ ഇഫ് വി വാണ്ട് ടു നോ ദ ഡൈനാമിക്സ് ഓഫ് ദി സാറ്റിസ്ഫാക്ഷൻ വി നീഡ് ടു ക്വാണ്ടിഫൈ ഇറ്റ്. അതായത് എന്നാൽ സംതൃപ്തിയിൽ ഉണ്ടാകുന്ന ഗതിവിധികൾ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് തിട്ടപ്പെടുത്തണം. അങ്ങനെ തിട്ടപ്പെടുത്തിയ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ പേരാണ്, ഒരു വലിയ എക്കണോമിസ്റ്റ് ആണ്, വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇത് ചെയ്തത് ആരാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ എക്സാമിന് 1 മാർക്കിന് ചോദിക്കും. ഈ കാണുന്നതാണത്, നോക്കിക്കോ. അദ്ദേഹത്തിന്റെ പേരാണെന്ത്, ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ആരാ? ആൽഫ്രഡ് മാർഷൽ വാസ് ദ ഫസ്റ്റ് എക്കണോമിസ്റ്റ് ടു മേക്ക് ആൻ അറ്റംപ്റ്റ് അറ്റ് സച്ച് ക്വാണ്ടിഫിക്കേഷൻ. ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ദ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻഡ് ത്രൂ കൺസംഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തിയെ സാധനങ്ങളുടെ ഉപയുക്തതയായിട്ട് എന്ത് ചെയ്യാം, അവിടെ കണക്കാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, എടാ എന്താണ് യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത എന്നുള്ളത്? കൺസെപ്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് യൂട്ടിലിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ സെറ്റാണല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ കൺസ്യൂമർ എന്താണ്, കൺസംഷൻ എന്താണ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എന്താ, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പഠിച്ചു. അതിനു മുമ്പ് നമ്മൾ പഠിച്ചതാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസംഷൻ എന്നുള്ളത്. ഇനി നമുക്ക് മാത്തമാറ്റിക്കലി ഒരു വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, പക്ഷേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒരു പെർട്ടിക്കുലർ വാല്യൂ നമുക്ക് കൊടുത്താലേ പറ്റുള്ളൂ അതിലുള്ള ചേഞ്ചസ് ഒക്കെ അറിയാനായിട്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് ചെയ്ത ആളാണ് ആൽഫ്രഡ് മാർഷൽ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം എന്താണ് യൂട്ടിലിറ്റി എന്ന് നോക്കാം. പഠിച്ചു വെച്ചോളണം, ഇമ്പോർട്ടന്റ്. എക്സാമിന് ഇനി വരുന്ന ഒരു എക്സാമിന് എന്ത് ചെയ്യും, ഇത് എക്സാമിന് ചോദിക്കും കേട്ടോ. ഏത് രീതിയിൽ ചോദിക്കും എന്നുള്ളത് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. യൂട്ടിലിറ്റി ഇസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ എ ഗുഡ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ നമ്മൾ പറയും എന്ത്, ഈ പറയുന്ന ഉപയുക്തത എന്ന് പറയും. അപ്പൊ ഒന്നും കൂടെ യൂട്ടിലിറ്റി ഇപ്പൊ പഠിച്ചോളണം, ഇനി വേറെ സമയമില്ല മാറ്റി വെക്കാൻ. ഇപ്പോ ഈ വീഡിയോ കാണുന്ന സമയത്ത് പഠിച്ചോളണം. ഇറ്റ് ഈസ് എ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒന്നും കൂടെ, ഇറ്റ് ഈസ് എ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി ഓർ എ ഗുഡ്. അതായത് ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയെ നമ്മൾ പറയും എന്ത്, ഉപയുക്തത എന്ന് പറയും. ഇനി അത് ഏത് സാധനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യണം. മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ടാകും. അരിയാണെങ്കിൽ നമ്മൾ കിലോഗ്രാമിൽ പറയും, ഐസ്ക്രീം ആണെങ്കിൽ നമ്മൾ ലിറ്ററിൽ പറയും. അതേപോലെ ഈ യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് യൂട്ടിൽസ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചോ, എക്സാമിന് ചിലപ്പോൾ 1 word ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. എന്താണ് യൂട്ടിലിറ്റി, യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് എക്സാമിന് ചോദിക്കും. അപ്പൊ പറഞ്ഞേക്കണം, യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയാണ് എന്ത്, യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഉപയുക്തയെ നമുക്ക് യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അവിടെ അളക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് യൂട്ടിലിറ്റി എന്ന് മനസ്സിലായല്ലോ. വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി, അതിനെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന യൂട്ടിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൗട്ട് ഒന്നുമില്ല, യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് നന്നായിട്ട് മനസ്സിലായി. ഇനി ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ക്യാൻ ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഉപയുക്തയിൽ വരുന്ന മാറ്റം സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും ഉപഭോഗത്തെയും എന്ത് ചെയ്യാം, ബാധിക്കാം. ഓക്കെ, ഇപ്പോൾ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി അത് ചിലപ്പോൾ കൂടിയും കുറഞ്ഞും എന്ത് ചെയ്യാം, ഇരിക്കാം. അപ്പോൾ അത് ഈ പറഞ്ഞ കൺസംഷനെ ബാധിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മാറ്റം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പിനെയും അതേപോലെ ഉപഭോഗത്തെയും എന്ത് ചെയ്യാം, അത് ബാധിക്കാം. അപ്പോൾ യൂട്ടിലിറ്റി എന്താണ്, അതേപോലെ അതിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളത് നന്നായി മനസ്സിലായി. ഒരു പ്രാവശ്യം ഒന്ന് കണ്ണടച്ചിട്ട് പറഞ്ഞു നോക്കി, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടോ? യെസ്. അപ്പോൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും എല്ലാവരും. ഇറ്റ് ഈസ് ദ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയെ നമ്മൾ എന്ത് പറയൂടാ, യൂട്ടിലിറ്റി എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് പഠിക്കാനുള്ളതാണ് നമുക്ക് മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി. 2 രീതിയിൽ നമുക്ക് ഈ ഒരു സംഭവം പഠിക്കാനുണ്ട്. ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റി, 2 മാർജിനൽ യൂട്ടിലിറ്റി.
ടോട്ടൽ യൂട്ടിലിറ്റിയും പഠിക്കാനുണ്ട്, അതേപോലെ മാർജിനൽ യൂട്ടിലിറ്റിയും പഠിക്കാനുണ്ട്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരെ ചിലപ്പോൾ എന്ത് ചെയ്യാം, എക്സാമിന് അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എല്ലാവർക്കും, വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. അപ്പോൾ യൂട്ടിലിറ്റി ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഓരോന്നിനും വ്യത്യാസമൊക്കെ പെട്ടിരിക്കും എന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു. ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി that a person receive when he continuously consumes several units of a particular commodity. അതായത് ഒരു വസ്തു പല യൂണിറ്റുകളായിട്ട് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന യുക്തതയുടെ ആകെ തുകയാണെന്ന് പറയുന്നത് ഉപയുക്തത എന്ന് പറയുന്നത്, മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നാൽ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റിയും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ മനസ്സിലാക്കുക, ഒരു വസ്തു പല യൂണിറ്റ് ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കും. അപ്പോൾ അതിന്റെ എല്ലാത്തിൻ്റെയും ആകെ തുകയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. നമ്മൾ കേക്ക് കഴിക്കുകയാണ് എന്നൊരു എക്സാമ്പിൾ എടുക്കുക. അപ്പൊ നമ്മൾ കഴിക്കുന്ന സാധനം എന്താണ്, കേക്ക്. ഓക്കെ, എല്ലാവർക്കും കേക്ക് ഇഷ്ടമായിരിക്കുള്ളൂ. അപ്പോൾ കേക്ക് നമ്മൾ ഒരു പീസ് കഴിച്ചു, 2 പീസ് കഴിച്ചു, 3 പീസ് കഴിച്ചു. ഓരോ പീസ് കേക്ക് കഴിക്കുമ്പോഴും ഇഷ്ടം കൂടിക്കൂടി വരൂ അതോ കുറഞ്ഞു വരൂ? സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ഒരു ലെവൽ കഴിഞ്ഞാൽ നമുക്കത് മടുക്കും. അത് കേക്ക് ആയിക്കോട്ടെ, ഐസ്ക്രീം ആയിക്കോട്ടെ, കുഴിമന്തി ആയിക്കോട്ടെ, ബിരിയാണി ആയിക്കോട്ടെ, എന്ത് സംഭവം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മടുക്കും. ഇപ്പോൾ നമ്മൾ അമ്മയോട് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആയിരിക്കുള്ളൂ. ഒന്ന് ദോശ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ദോശ. എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം കഴിക്കുന്നതിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ ടേസ്റ്റ്. പിന്നെ കഴിക്കുമ്പോൾ ആദ്യത്തെ അത്രയും നമുക്ക് എന്ത് ചെയ്യില്ല, ചിലപ്പോൾ കിട്ടണമെന്നില്ല. പിന്നെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അത്രത്തോളം കിട്ടണമെന്നില്ല. അതേപോലെ തന്നെ നന്നായിട്ട് ദാഹിച്ചിരിക്കുന്ന സമയത്ത് ആദ്യത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴായിരിക്കുള്ളൂ നമുക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ കുടിക്കുമ്പോൾ അത്രത്തോളം ഉണ്ടാവുമോ? ഇല്ല, കുറച്ച് കുറയും. മൂന്നാമത്തെ കുടിക്കുമ്പോഴോ പിന്നെയും കുറയും. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ വയറ് ഫില്ലാകുന്നതോറും നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവല് അവിടെ കുറഞ്ഞു വരും. ഇപ്പോഴും ഞാൻ എത്തിയിട്ടില്ല എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ യൂട്ടിലിറ്റിക്ക് എന്ത് ചെയ്യാം, ഒരു മാർക്ക് കൊടുത്തിട്ട് നമുക്ക് അവിടെ നോക്കാം. ഒരു യൂട്ടിലിറ്റിക്ക് ഒരു മാർക്ക് കൊടുത്തിട്ട് നോക്കാം. ആദ്യത്തെ പീസ് കേക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എത്ര മാർക്ക് കൊടുത്തു? ടോട്ടൽ ഒരു 10 മാർക്ക് അവിടെ കൊടുത്തു, അല്ലെങ്കിൽ 10 യൂട്ടിലിറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പീസ് കേക്ക് ഞാൻ കഴിച്ചപ്പോൾ ഞാൻ അവിടെ ഒരു 6 യൂട്ടിലിറ്റി അവിടെ കൊടുത്തു. ഡൗട്ടില്ലല്ലോ. എത്ര എണ്ണമാണ് കൊടുത്തത്? ഒരു 6 യൂട്ടിലിറ്റി. കാരണം ആദ്യത്തെ അത്ര ഇമ്പാക്റ്റ് എനിക്ക് അതിനില്ല. നാലാമത്തെ പീസ് അല്ലെങ്കിൽ മൂന്നാമത്തെ പീസ് കേക്ക് ഞാൻ കഴിച്ചപ്പോൾ അതിന് ഏകദേശം ഞാൻ 4 യൂട്ടിലിറ്റി ആണ് കൊടുത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് യൂട്ടിലിറ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ, പോയിന്റ്. അതിനുശേഷം അടുത്തത് ടോട്ടൽ യൂട്ടിലിറ്റി. ഇതാണല്ലോ നമ്മൾ പറഞ്ഞു വന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി? ദ യൂട്ടിലിറ്റി is the total amount of utility that a person receive when he continuously consumes several units of a particular commodity. ഒരു വസ്തുവിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ ആകെ തുക. പല യൂണിറ്റുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ത്, കേക്ക് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിന്റെ ആകെ തുകയാണെന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം എത്ര ആയിരിക്കുള്ളൂ? ആദ്യം 10 തന്നെ ആയിരിക്കും. രണ്ടാമത് എത്തുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി എത്ര ആയിരിക്കുള്ളൂ? ഈ 6 കൂടെ കൂട്ടിയിട്ട് 16 ആയിരിക്കുള്ളൂ. ഇനി മൂന്നാമത്തെ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 4 കൂടെ കൂട്ടിയിട്ട് എത്രയായിരിക്കുള്ളൂ? 20 ആയിരിക്കുള്ളൂ ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഒരു സാധനം വീണ്ടും പല യൂണിറ്റുകളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ അളവിനെ അല്ലെങ്കിൽ മൊത്തത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ മൊത്തം ഉപയുക്തത അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആവാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോയി ഒന്നുകൂടെ കേട്ട് നോക്കുക. അതല്ല എങ്കിൽ ഇതും കൂടെ ഒന്ന് നോക്കി നോക്കുക. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ്സ് when he continuously consumes several unit of a particular commodity. ഒരു വസ്തുവിനെ പല യൂണിറ്റുകൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ ആകെ മൊത്തം തുകയാണെന്ന് പറയുന്നത്. മൊത്തത്തെയാണ് അല്ലെങ്കിൽ ആകെ തുകയാണ് മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എടാ ആദ്യം കഴിച്ചപ്പോൾ 10, പിന്നെ കഴിച്ചപ്പോൾ 6, പിന്നെ കഴിച്ചപ്പോൾ 4, ഇനി അത് കുറഞ്ഞേ വരുള്ളൂ എന്തായാലും. പക്ഷെ നീ അപ്പുറത്ത് നോക്കി, എടാ 10 16 ആയി, 16 20 ആയി. അപ്പൊ നിനക്ക് ഇഷ്ടം കൂടിയാണ് വരുന്നത്. ഒരിക്കലുമല്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യും, അടുത്ത സ്ലൈഡ് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ, മാർജിനൽ യൂട്ടിലിറ്റി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ
marginal utility, the change in total utility that occur when one additional unit of commodity is consumed is called marginal utility. ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ, ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റ് നമ്മൾ ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സീമാന്ത ഉപയുക്തത എന്ന് പറയും. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? ഒന്നുമില്ലടാ, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച്. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ച്? ഇങ്ങനെ പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകൂല. എക്സാമ്പിൾ സഹിതം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം പെട്ടെന്ന് കത്തും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ ഒരു കേക്കിന്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ദോശയുടെ എക്സാമ്പിൾ ഞാൻ എടുക്കുന്നു. അപ്പോൾ 3 ദോശയുണ്ട് കഴിക്കുന്നത്, 1, 2, 3. അപ്പോൾ അവിടുത്തെ യൂട്ടിലിറ്റി പോയിന്റ്സ് ഞാൻ കൊടുക്കുന്നു. ഒന്നാമതായിട്ട് കഴിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ ഞാൻ 10 പോയിന്റ് കൊടുത്തു. രണ്ടാമതായിട്ട് കഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് ഇഷ്ടം കുറഞ്ഞില്ലേ, ഞാൻ എത്രയാണ് നേരത്തെ കൊടുത്തേ? 6. മൂന്നാമതായിട്ട് കഴിഞ്ഞപ്പോഴോ ഞാൻ 4 ആയിട്ട് കൊടുത്തു. ഇനി ഇതിന്റെ ടോട്ടൽ യൂട്ടിലിറ്റി ഞാൻ നോക്കുന്നു. ടോട്ടൽ യൂട്ടിലിറ്റി നോക്കിയപ്പോൾ ആദ്യത്തത് 10, രണ്ടാമത്തെ 16, മൂന്നാമത്തത് 20. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കണക്ക് തന്നെയാണ് എഴുതിയത്. ഇനി ഞാൻ പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും കൂടെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തുകൊള്ളുക. ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയോക്തതയിൽ ഉണ്ടാകുന്ന മാറ്റം ആണ് സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത്. ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റം. ആദ്യം എത്ര ഉണ്ടായിരുന്നു? 10 ഉണ്ടായിരുന്നു. പിന്നെ ഈ 10 എന്ന് പറയുന്നത് എത്രയായിട്ട് മാറി? 16 ആയിട്ട് മാറി. സോ 16 - 10 എത്രയാണ്? അവിടെ ഈ പറയുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? അവിടെ 6 ആണ്. ഇനി നേരത്തെ 20 ആയി ടോട്ടൽ യൂട്ടിലിറ്റി. ആദ്യം എത്ര ഉണ്ടായിരുന്നു? അവിടെ 16. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാ? ഇവിടെ 4 ആണ്. സോ ഈ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ, ഒരാൾ ഒരു കമ്മോഡിറ്റി വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു സാധനം വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള ആ ഒരു യൂട്ടിലിറ്റി എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ടുള്ളതിനെ പറയുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മൊത്തം ഉപയുക്തത എന്ന് പറയുന്നത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ഈ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റം അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് എങ്കിലും കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ സ്വാഭാവികമായിട്ടൊരു മാറ്റം വരും. ആ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, മനസ്സിലാക്കാനായിട്ട് ബൈഹാർട്ടായിട്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഈ കൺസെപ്റ്റ് അവിടെ മനസ്സിലാവുള്ളൂ കേട്ടോ. വലിയ ബുദ്ധിമുട്ട് ആന കാര്യമൊന്നുമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ യൂട്ടിലിറ്റി എല്ലാവർക്കും അറിയാം. സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു വസ്തു ഉപയോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയെ യൂട്ടിലിറ്റി എന്ന് വിളിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? മാർക്കോ റാങ്കോ കൊടുക്കാം. നമുക്കിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആയിക്കോട്ടെ, ആമസോണിൽ നിന്ന് ആയിക്കോട്ടെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സ്വിഗ്ഗിയിൽ നമുക്കൊരു സാധനം ഓർഡർ ചെയ്ത് വന്നു കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ റേറ്റിംഗ് കൊടുക്കാനായിട്ട് പറയും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ 5 സ്റ്റാർ കൊടുക്കൂ, കുറച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ 4 സ്റ്റാർ കൊടുക്കൂ, ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1 സ്റ്റാർ എങ്കിലും കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒരു റേറ്റിംഗ് സ്കെയിലൊക്കെ അവിടെ കാണിക്കാറുണ്ട്. അതേപോലെ യൂട്ടിലിറ്റിക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഓരോ റാങ്കുകൾ അല്ലെങ്കിൽ പോയിന്റ്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്ത് നോക്കുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി, ഒരു സാധനം നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ യൂട്ടിലിറ്റിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണെന്ത്? ഈ പറയുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന മാറ്റം ഉണ്ടല്ലോ, ആ മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി. കിട്ടിയല്ലോ? ഇത്രയേ ഉള്ളൂ. പറ്റുമെങ്കിൽ ഈ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ നോക്കണേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നേക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഓറഞ്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഗതി ആയിരിക്കുള്ളൂ. ഓറഞ്ച് അത്യാവശ്യം നല്ല മധുരമുള്ളൊരു ഓറഞ്ച് മനസ്സിൽ വിചാരിക്കുക. ഓക്കെ, ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് നമുക്ക് ആ തൊലിയൊക്കെ മാറ്റിയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറഞ്ഞു. ഒരു ഓറഞ്ച് തിന്നു, നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 20 യൂട്ടിലിറ്റി പോയിന്റ്സ് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഓറഞ്ചിന് നമ്മൾ കൊടുത്തു 20 യൂട്ടിലിറ്റി പോയിന്റ്സ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല. രണ്ടാമതായിട്ട് ഒരു ഓറഞ്ച് തന്നപ്പോൾ നമുക്ക് ആദ്യത്തെ ഓറഞ്ചിന്റെ അത്രത്തോളം ഇഷ്ടമാവണമെന്നില്ല, കാരണം ഒരെണ്ണം കഴിച്ച് നമ്മുടെ വയറ് അത്യാവശ്യം നിറഞ്ഞിരിക്കുക. അപ്പോൾ 38 ആയി. അത് ഇൻക്രീസ് ആയി എന്ന് പറയാൻ പറ്റൂ? ഇല്ല. ഇൻക്രീസ് ആയെന്ന് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 20 പ്ലസ് പിന്നെ ഈ ഒരു 20യുടെ മുകളിലുള്ള ഒരു വാല്യൂ വരണം. ദാറ്റ് മീൻസ് 40ക്ക് മുകളിലുള്ള ഒരു വാല്യൂ എന്ത് ചെയ്യണം? വരണം. പക്ഷേ ഇവിടെ എത്രയാണ് അവിടെ വന്നിട്ടുള്ളൂ? ഒരു 38. അതായത് ഒരു 18ന്റെ ഡിഫറൻസേ വന്നിട്ടുള്ളൂ. അതേ ഇഷ്ടം തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 20 തന്നെ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ചെയ്ത് ഇവിടെ 40 അവിടെ വരണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ വന്ന ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാ? 18. ആദ്യം 20 ഉണ്ടായത് പിന്നെ 18 ആയിട്ട് കുറഞ്ഞു. പിന്നെ 53 അത് നോക്കി കഴിയുമ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് 38ഉം അതേപോലെ 53യും കൂടെ ഒരു 15 ആയിട്ട് അവിടെ കുറയും.
പിന്നെ 53, 63, അതായത് ഒരു 10 പോയിന്റ്സ് അവിടെ കുറയും. പിന്നെ 67 എന്നായി കഴിയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, 4 ആയിട്ട് കുറയും. 67 തന്നെ വീണ്ടും നമുക്ക് കഴിക്കാൻ പറ്റൂല, കാരണം വയറ് ഫുള്ളായി. പിന്നെയും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു വൊമിറ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് നമ്മൾ മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും 64 പിന്നെ ആ സാധനം എന്ത് ചെയ്യുള്ളൂ, കുറയുള്ളൂ. അതാണ് -3 എന്ന് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും, അവിടെ കുറഞ്ഞ് എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി, നമ്മളൊരു സാധനം വീണ്ടും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യൂടാ, അവിടെ ഇങ്ങനെ കൂടി അവിടെ വരും. കാരണം എന്താ, നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റിനനുസരിച്ചുള്ള ഇൻക്രീസ് ഇവിടെ കാണാൻ പറ്റും. ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നത് ഈ ടോട്ടൽ യൂട്ടിലിറ്റി മൊത്തം ഉപയുക്തതയിൽ വരുന്ന മാറ്റം. ഓക്കെ, 20 38 18 വ്യത്യാസം, 38 53 അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുന്നുണ്ട്. പക്ഷേ ശരിക്കും എന്താ, അപ്പുറത്ത് ആദ്യം ഉണ്ടായിരുന്ന ലെവലില്ല, ശരിക്കും അത് കുറയാണ് ചെയ്യുന്നത്, 15 വന്നിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു, ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സിമ്പിൾ ലോജിക്ക്. നമ്മൾ കൂടുതലായിട്ട് കഴിക്കും തോറും നമുക്ക് ആ സാധനം എന്ത് ചെയ്യും, മടുത്ത് വരും. മനുഷ്യന്റെ ഒരു ബേസിക് നേച്ചർ അതാ. നമ്മൾ എന്തോരം കൂടുതലായിട്ട് കഴിക്കും തോറും നമുക്ക് എന്ത് ചെയ്യും, പതിയെ ആ സാധനം മടുത്ത് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി അവിടെ കൂടി വരുമ്പോഴും മാർജിനൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നത്, ശരിക്കും അവിടെ കുറഞ്ഞു വരുന്നത്. എടാ ഇത്രയേ ഉള്ളൂ ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സിമ്പിളാണ്. ഇനി കാർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷന്റെ ഒരു ലെവൽ ഉണ്ടാകും. ആ സാറ്റിസ്ഫാക്ഷൻ ലെവലിന് നമുക്ക് ഒരു കൗണ്ടിങ് നമ്പർ, ഒരു എണ്ണൽ സംഖ്യ നമ്മൾ എന്തിനും ചെയ്യുന്നു, കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചേഞ്ച് ഇൻ ബിഹേവിയർ ഒക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ അവിടെ കൊടുക്കുന്നു. അപ്പൊ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, സ്വിഗ്ഗി ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റേറ്റിംഗ് പോയിന്റ് കൊടുക്കുന്നത്. നമ്മളെന്താ, പെട്ടെന്ന് നമുക്ക് ഫുഡ് ടൈമിന് കൊണ്ടുവന്ന് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നല്ല ഫുഡായിട്ടുണ്ടാവും, നമ്മൾ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. അപ്പോൾ നേരത്തെ കൊണ്ടുവന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം, എന്തോരം ഇഷ്ടപ്പെട്ടെന്ന് പറയാനായിട്ട് അത്ര എളുപ്പമല്ല കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, പക്ഷെ അതിന് റേറ്റിംഗ് പോയിന്റ്സ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു വാല്യൂ കൊടുക്കുന്നതിനെയാണ് അവിടെ എന്ത് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇനി നോക്കാം എന്താണെന്നുള്ളത്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതായത് കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എണ്ണൽ സംഖ്യയിൽ അവിടെ പറയാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. കേട്ടോ, ഇത്രയും സ്ലോവിൽ ഞാൻ ഈ കൺസെപ്റ്റ് പറഞ്ഞു തരാൻ കാരണം, സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കൺസെപ്റ്റുകൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടാകും. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് by the consumer through the consumption of goods and service can be quantified by using cardinal numbers. സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് കാർഡിനൽ ഉപയുക്തതാവാദത്തിൽ പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവം അതിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മളൊരു വാല്യൂല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്. സെറ്റാണല്ലോ. ഓക്കെ, എന്ത് സംഭവം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ഒരു വാല്യൂ കൊടുക്കുന്നതായിട്ട് വിചാരിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ മനസ്സിൽ ഞാൻ ഒരു പ്രൊഡക്റ്റിന്റെ പേര് പറയുന്നു, ലെയ്സ്. ഓക്കെ, അപ്പോൾ ലെയ്സ്, പിന്നെ അതേപോലെ തന്നെ വേറൊരു ചിപ്സിന്റെ പേര് പറഞ്ഞു സാർ, ഏതെങ്കിലും. ലെയ്സ്, പിന്നെ അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു സംഭവം എടുത്തോ. ലെയ്സും ഉണ്ട്, അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ചീറ്റോസ്, പിന്നെ അതേപോലെ ഐസ്ക്രീം. ഇതൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ ഇത് എന്തോരം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവലിൽ ഒരു 1 to 5 പോയിന്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടായിരിക്കുള്ളൂ കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലെയ്സ് എത്ര പേർക്ക് ഇഷ്ടമാണ്, അതിന് 1 to 5 മാർക്ക് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പോയിന്റ് കൊടുക്കും? നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ കമന്റ് വരുന്ന എല്ലാവരെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1 to 5 ഇടയിലുള്ള വേരിയേഷൻ ഉള്ള ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ചിലർ 1 പറയും, ചിലർ 2 പറയും, ചിലർ 3 പറയും, 4 പറയും, 5 പറയും. സോ അങ്ങനെ വാല്യൂ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ഇത് പോസിബിൾ ആവണമെന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ വാല്യൂ കൊടുക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും ആപ്ലിക്കബിൾ ആവണമെന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചില ലിമിറ്റേഷൻസ്, പരിമിതികൾ ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്, ശ്രദ്ധിച്ചോളുക. ഒന്ന്,
The low diminishing marginal utility is based on the assumption that all product must be same quality and that the consumer's income and taste does not change. ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയിലുള്ളതായിരിക്കണം, ഉപഭോക്താവിന്റെ വരുമാനം, അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം എന്നീ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപചയ സീമാന്ത ഉപയുക്തതാ നിയമം എന്ത് ചെയ്ത് പ്രസ്താവിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവരുടെ വരുമാനവും അഭിരുചിയും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരുമോ? ഇല്ല. ഇത് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ അഥവാ പോരായ്മ. 2, ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം, സ്ഥിരമായിട്ട് അയാൾ ആ സാധനം മേടിച്ചുകൊണ്ടിരിക്കണം. മറ്റ് സാധനങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്യണം? നിജപ്പെടുത്തിയിരിക്കണം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിരിക്കണം. ഇനി യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലും ഉള്ളവയായിരിക്കണം എന്നിവ അപചയ സീമാന്ത ഉപയുക്തതാ നിയമത്തിന്റെ ചില പരിമിതികളാണ്. അതായത് ഇതിൽ പറഞ്ഞേക്കുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അവിടെ സംഭവിക്കേണ്ടത്. അപ്പോൾ അത് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ 2 ലിമിറ്റേഷൻ. അടുത്തത് ഉപയുക്തത എന്നത്, ഓക്കെ, since utility cannot be quantified using cardinal numbers, new theories have been developed to replace the cardinal utility theory. ഉപയുക്തത എന്നത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് എപ്പോഴും നമുക്ക് അതേപോലെ പറയാൻ പറ്റൂ? ഇല്ല. അതുകൊണ്ട് കാർഡിനൽ ഉപയുക്തതാവാദത്തിന് പകരമായിട്ട് ഇപ്പൊ പല സിദ്ധാന്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത കുറവ് വരുന്ന വസ്തുത സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുണ്ട്, ഉപഭോഗത്തെ സ്വാധീനിക്കാറുണ്ട്. ആ ഒരു ചേഞ്ച് നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഡിമിനിഷിംഗ് കാർഡിനൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തിലൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. യൂട്ടിലിറ്റി ഈസ് ഇൻഡിവിജ്വൽ ബേസ്ഡ്, ഇറ്റ് മേ വേരി ഡിപ്പെൻഡിങ് അപ്പോൺ പ്ലേസ് ആൻഡ് ടൈപ്പ്. അതായത് ഓരോ സ്ഥലത്ത് ആളുകളുടെ സ്വഭാവം ഒക്കെ അനുസരിച്ചിട്ട് ഈ പറഞ്ഞ കാര്യത്തിൽ എന്ത് ചെയ്യണം, അവിടെ വേരിയേഷൻ വരാം. ഓക്കെ, അപ്പൊ ചാപ്റ്ററിനെ ഒരു 1/4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ 1 പാർട്ട് എന്ത് ചെയ്തു കഴിഞ്ഞു. ഇനി ഒരു 3 പാർട്ടും കൂടെ നമുക്ക് ചാപ്റ്ററിൽ നോക്കാനുള്ളൂ. ഓക്കെ, ഇനിയുള്ളതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ടൈപ്സ് ഓഫ് ഗുഡ്സ്, മെയിൻ ആയിട്ട് ഒരു 6 ടൈപ്സ് ഗുഡ്സ് ആണുള്ളത്. 1 ഫ്രീ ഗുഡ്സ്, 2 എക്കണോമിക് ഗുഡ്സ്, 3 കൺസ്യൂമർ ഗുഡ്, 4 ക്യാപിറ്റൽ ഗുഡ്, 5 ഡ്യൂറബിൾ ഗുഡ്, 6 നോൺ ഡ്യൂറബിൾ ഗുഡ്സ്. എക്സാമിന് ഇതെങ്ങനെ ചോദ്യം ചോദിക്കുമെന്ന് അറിയൂ. എന്താണ് ഫ്രീ ഗുഡ്? എക്സാമ്പിൾ എഴുതാൻ പറയും. അപ്പോൾ ഓരോ ഗുഡ്സ് എന്താണ് അല്ലെങ്കിൽ ഓരോ സാധനങ്ങൾ ഏതാണ്, അതേപോലെ അതിന്റെ എക്സാമ്പിൾ എഴുതാനായിട്ടും പറയും. രണ്ടാമത്തെ ഒരു രീതിയിലത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. മൂന്നാമതായിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് പറയും ഇത് ടൈപ്സ് ഓഫ് ഗുഡ്സ് എന്നുള്ളൊരു ടേബിൾ ആക്കിയിട്ട് നമ്മളോട് എഴുതാൻ പറയും. ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് പ്രതീക്ഷിക്കണം. അപ്പൊ നോക്കാലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഫ്രീ ഗുഡ്സ്. നമ്മുടെ പ്രകൃതിയിൽ സൗജന്യമായിട്ടുള്ള ഗുഡ്സ് ആണെന്ന് പറയുന്നത് ഫ്രീ ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണടാ ഏത്, ഈ പറയുന്ന സൺലൈറ്റും അതേപോലെ എയറും. പഠിച്ചു കഴിഞ്ഞല്ലോ, സൺലൈറ്റും അതേപോലെ എയറും എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫ്രീ ഗുഡ്സ് ആർ ദോസ് ദാറ്റ് ആർ അബണ്ടന്റ് ഇൻ ദ നേച്ചർ ആൻഡ് ആർ ഫ്രീലി അവൈലബിൾ ടു എവരിവൺ. എല്ലാവർക്കും സൗജന്യമായിട്ട് കിട്ടും. അതാണെന്ന് പറയുന്നത് സൺലൈറ്റ് ആൻഡ് എയർ, ദാറ്റ് ഈസ് ഫ്രീ ഗുഡ്സ്. ഇൻ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സ്, ഓക്കെ, എക്കണോമിക് ഗുഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എക്കണോമിക് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നവ ആണ് എന്ന് പറയുന്നത് എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നതാണ് മെയിൻ ആയിട്ട് എന്ത്, എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ എ പ്രൈസ്. They can often be manufactured or collected from nature. അത് ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതായിരിക്കാം. എന്തായാലും നമ്മൾ വില കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഫ്രീ ഗുഡ്സ് ആവശ്യത്തിനനുസരിച്ച് നാച്ചുറൽ ഉള്ളതാ, ഫ്രീ ആയിട്ട് എല്ലാവർക്കും കിട്ടും. എക്കണോമിക് ഗുഡ്സ് എന്ന് പറഞ്ഞാലോ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ഏത്, എക്കണോമിക് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഫുഡ്, ക്ലോത്ത്, വെഹിക്കിൾസ് എക്സെട്ര. ഫുഡ്, ക്ലോത്ത്സ്, വെഹിക്കിൾസ് എക്സെട്ര ഇതെല്ലാം എക്കണോമിക് ഗുഡ്സിന് എക്സാമ്പിൾ ആണ്. പഠിച്ചു കഴിഞ്ഞു. അടുത്തത് കൺസ്യൂമർ ഗുഡ്. കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾ അവരുടെ ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് മേടിച്ച് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ പറയുന്നതാണ് എന്ത്, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. ഡെഫിനേഷൻ നോക്കാലോ. കൺസ്യൂമർ ഗുഡ്സ് are the final goods used by the consumers to satisfy their wants. They are bought and sold for a price
ആൻഡ് ആർ നോട്ട് സബ്ജക്റ്റഡ് ടു പ്രൊഡക്ഷൻ പ്രോസസ് എഗെയിൻ. അത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കും, അന്തിമ ഉൽപ്പന്നമായിരിക്കും, വീണ്ടും അത് വേറെ ലെവലിലോട്ടൊന്നും മാറ്റൂല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ആളുകൾ അവരുടെ ആവശ്യം നിറവേറ്റാനായിട്ട് പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് അതിൽ വരുന്നത് ഫുഡ്, ഫുഡ്വെയർ എക്സെട്ര. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിനെ പറയും കൺസ്യൂമർ ഗുഡ്സ്. ഇനി ക്യാപിറ്റൽ ഗുഡ്സ്. എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് അറിയോ? മറ്റ് സാധനങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കാനായിട്ട്, പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, മറ്റേതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനായിട്ടോ ഉൽപ്പാദിപ്പിക്കാനായിട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളെ നമ്മൾ പറയുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെയോ സേവനങ്ങളോ ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ product which is used in the production of another product. Capital goods are the goods that assist in the production process and are sometimes used as a consumable. It is not considered as a capital goods at such instance. ലാസ്റ്റ് പറഞ്ഞത് ഇപ്പൊ നോക്കണമെന്നില്ല. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ഒരു ഉൽപ്പന്നം നിർമ്മിക്കാനായിട്ട് എന്താ അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ഉപയോഗിക്കുന്നതിന് ഉൽപ്പന്നങ്ങളെ പറയുന്നതാണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഫാക്ടറി മെഷീനറി എന്ന് പറയുന്നത്. ചില സമയത്ത് ഈ പറയുന്ന ക്യാപിറ്റൽ ഗുഡ്സ് കൺസ്യൂമർ ആയിട്ട് ഡയറക്റ്റ് ഉപയോഗിക്കുന്ന ലെവലിൽ എന്ത് ചെയ്യാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. അത്തരം സമയത്ത് അതിനെ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയൂല, ഫൈനൽ ഗുഡ്, അന്തിമ ഉൽപ്പന്നം എന്നാണ് അവിടെ പറയാറുള്ളത് സാധാരണ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ഗുഡ് മനസ്സിലായി. ക്യാപിറ്റൽ ഗുഡ് എന്താണെന്ന് ചോദിച്ചാൽ മലയാളം ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം കേട്ടോ. ക്യാപിറ്റൽ ഗുഡ് എന്താണെന്ന് ചോദിച്ചാൽ മറ്റു ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ, സേവനങ്ങൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നവ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആ സാധനങ്ങളെയാണ് എന്ത് പറയുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗുഡ് മനസ്സിലായിട്ടുണ്ടാകും. ഇനി അടുത്തത് ഡ്യൂറബിൾ ഗുഡ്, നോൺ ഡ്യൂറബിൾ ഗുഡ്. ഓക്കെ, ഡ്യൂറബിൾ നമ്മൾ പരസ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഡ്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നവ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ് എന്ത് പറയുന്നത്, ഡ്യൂറബിൾ ഗുഡ് എന്ന് പറയുന്നത്. അധികം നാളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തതിനെയാണെന്ന് പറയുന്നത് നോൺ ഡ്യൂറബിൾ എന്ന് പറയുന്നത്. പഠിച്ചല്ലോ. അപ്പൊ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്താ നോൺ ഡ്യൂറബിൾ, അധികം നാളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത, കുറച്ച് നാളത്തേക്ക് പറ്റുന്നവയാണെന്ന് പറയുന്നത് നോൺ ഡ്യൂറബിൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഡ്യൂറബിളിന്റെ എക്സാമ്പിൾ ആണ് ഹൗസ്, ടേബിൾ, വെഹിക്കിൾ. ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാം. നോൺ ഡ്യൂറബിൾ, അധികം നാളത്തേക്ക് പറ്റൂല, കുറച്ച് സമയത്തേക്ക് പറ്റുള്ളൂ. എക്സാമ്പിൾ മിൽക്ക്, അതേപോലെ വെജിറ്റബിൾ എക്സെട്ര, പാല്, പച്ചക്കറി സാധനങ്ങളൊക്കെ ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരും. ക്ലിയർ ആണല്ലോ? ഒരു പ്രാവശ്യം കൂടെ പറയും മലയാളം പറയുന്ന സമയത്ത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. സൗജന്യ സാധനങ്ങൾ, ഫ്രീ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ ധാരാളമായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന സൗജന്യ സാധനങ്ങൾ അഥവാ ഫ്രീ ഗുഡ്സ്. എക്സാമ്പിൾ ആണ് സൂര്യപ്രകാശം, വായു. എക്കണോമിക്, നമ്മൾ വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നവയാണ് ഇക്കണോമിക് സാധനങ്ങൾ എന്ന് പറയുന്നത്. ഈ ഭക്ഷണം, അതേപോലെ വസ്ത്രങ്ങൾ, അതേപോലെ വാഹനങ്ങൾ, ഇതെല്ലാം അതിന് എക്സാമ്പിൾ ആയിട്ട് വരും. ഉപഭോഗ സാധനങ്ങൾ, കൺസ്യൂമർ ഗുഡ്സ്, ജനങ്ങൾ അവരുടെ ആവശ്യം നിറവേറ്റാനായിട്ട് അന്തിമമായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ പറയുന്നതാണെന്ത്, ഉപഭോഗ സാധനങ്ങൾ, കൺസ്യൂമർ ഗുഡ് എന്ന് പറയുന്നത്. അത് ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കും, അതിന് വേറെ ലെവലിലോട്ട് മാറ്റമൊന്നുമില്ല. അതിന് എക്സാമ്പിൾ ആണ് ഭക്ഷണം, ചെരുപ്പ് മുതലായവ. അടുത്തത് മൂലധന സാധനങ്ങൾ അഥവാ ക്യാപിറ്റൽ ഗുഡ്സ്. അതായത് മറ്റേതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ സാധനങ്ങളെ നമ്മൾ പറയുന്നതാണ് മൂലധന ഉൽപ്പന്നങ്ങൾ അഥവാ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഫാക്ടറി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഫാക്ടറി ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പൊ മൂലധന സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മറ്റേതെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളും സേവനങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് എന്ത് പറയുന്നത്, മൂലധന സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിലപ്പോൾ ഈ ഉപഭോഗ സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തിന്, ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫൈനലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കേസുകളിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ മൂലധന സാധനങ്ങൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിക്കാറുണ്ട്. അത്തരം സിറ്റുവേഷനിൽ അതിന് എന്ത് ചെയ്യാറില്ല, ഈ പറഞ്ഞ മൂലധന സാധനങ്ങൾ എന്ന് പറയാറില്ല, അന്തിമ ഉൽപ്പന്നങ്ങൾ എന്നായിരിക്കുള്ള ആ സമയത്ത് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫാക്ടറി ഉപകരണങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വരും. ഇനി ഈട് നിൽക്കുന്ന സാധനങ്ങൾ, ഈട് നിൽക്കാത്ത സാധനങ്ങൾ, ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും. ഒരുപാട് നാളത്തേക്ക് കിട്ടുകയാണെങ്കിൽ ഈട് നിൽക്കുന്ന സാധനങ്ങൾ, എക്സാമ്പിൾ വീട്, മേശ, വാഹനം തുടങ്ങിയവ. ഇനി ഈട് നിൽക്കാത്ത സാധനങ്ങൾ, അതിന് എക്സാമ്പിൾ ആണ് ഇത്, കുറച്ച് നാളത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന പാല്, പച്ചക്കറി സാധനങ്ങളൊക്കെ. ഓക്കെ, ഈട് നിൽക്കുന്നത്, നിൽക്കാത്തത്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയടാ വേഗം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ സാധനമാണ് ഏത്, ഈ പറയുന്ന ഫ്രീ ഗുഡ് എന്ന് പറയുന്നത്. എല്ലാം പറഞ്ഞു നോക്കണം കേട്ടോ.
ഓക്കെ, രണ്ടാമതായിട്ട് പറഞ്ഞതാണ് എക്കണോമിക് ഗുഡ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് കൺസ്യൂമർ ഗുഡ് എന്ന് പറയുന്നത്, പഠിച്ചു. ഇനി നാലാമതായിട്ട് പഠിച്ചതാണ് ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുന്നത്. അടുത്തത് ഡ്യൂറബിളും ഉണ്ടായിരുന്നു, അതേപോലെ നോൺ ഡ്യൂറബിളും ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം പറഞ്ഞു നോക്കാലോ. ഫ്രീ ഗുഡ്, എടാ പ്രകൃതിയിൽ ആവശ്യത്തിലധികം ഉണ്ട്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എയർ സാധനങ്ങൾ. രണ്ടാമതായിട്ട് പറഞ്ഞതാണ് എക്കണോമിക്, വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുന്നത് എക്കണോമിക്. കൺസ്യൂമർ ഗുഡ്സ്, അതായത് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്ന് പറയും, ഉപഭോഗ സാധനങ്ങൾ എന്ന് പറയും. അതായത് കൺസ്യൂമർ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അവരുടെ ആവശ്യം നിറവേറ്റാനായിട്ട് പൈസ കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറയുന്നതാണ് എന്ത്, കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ക്യാപിറ്റൽ ഗുഡ്സ് മൂലധന സാധനങ്ങൾ എന്ന് പറയും. അതായത് മറ്റേതെങ്കിലും ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളെ അല്ലെങ്കിൽ സാധനങ്ങളെ നമ്മൾ പറയുന്നതാണ് മൂലധന സാധനം അഥവാ ക്യാപിറ്റൽ ഗുഡ്. അടുത്തത് ഈട് നിൽക്കുന്നതും നിൽക്കാത്തതും, ഡ്യൂറബിൾ നോൺ ഡ്യൂറബിൾ. കുറെ നാൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഡ്യൂറബിൾ, ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ നോൺ ഡ്യൂറബിൾ എന്ന് പറയും. കിട്ടിയാലോ? ഞാൻ 2-3 എക്സാമ്പിൾ പറയും, നിങ്ങൾ നോൺ ഡ്യൂറബിൾ ആണോ ഡ്യൂറബിൾ ആണോ എന്ന് പറയണം. ഓക്കെ, നമ്മുടെ കയ്യിലിരിക്കുന്ന, ഇപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് ആയിരിക്കാം, ചിലപ്പോൾ TV ആയിരിക്കാം, സ്മാർട്ട് TV ആയിരിക്കാം, അതല്ലെങ്കിൽ ഫോൺ ആയിരിക്കാം. ഓക്കെ, ഇത് ഡ്യൂറബിൾ ആണോ നോൺ ഡ്യൂറബിൾ ആണോ? മനസ്സിൽ ആൻസർ വന്നിട്ടുണ്ടാവും, ഡ്യൂറബിൾ ആണ്. ഓക്കെ, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഡ്യൂറബിൾ ആണോ നോൺ ഡ്യൂറബിൾ ആണോ? ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഈട് നിൽക്കുന്നതാണോ നിൽക്കാത്തതാണോ? അതിന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, മനസ്സിൽ വന്ന ആൻസർ കറക്റ്റാ, ഈട് നിൽക്കാത്ത നോൺ ഡ്യൂറബിൾ ആണ്. അപ്പോൾ ഇതേപോലെ ഓരോ എക്സാമ്പിൾസ് തന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും, എഴുതിക്കോളണം. ക്ലിയർ ആണല്ലോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ? അപ്പോൾ ക്ലാസ് കഴിക്കുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്യുക. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പോയേക്കാം. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, what are the things a consumer should pay attention to while buying goods and service from market? എടാ, മാർക്കറ്റിൽ നിന്ന്, കമ്പോളത്തിൽ നിന്ന് സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കുമ്പോൾ ഉപഭോക്താവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാലോ. എന്തൊക്കെ കാര്യങ്ങൾ ഉപഭോക്താവ് ശ്രദ്ധിക്കണം? ഒന്ന്, ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ. 2, എക്സ്പയറി ഡേറ്റ്, ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി കാലയളവ് അല്ലെങ്കിൽ തീയതി എന്നുള്ളത്. മനസ്സിലേക്ക്, ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഉൽപ്പന്നം വന്നിട്ടുണ്ടാവും എന്തായാലും, എക്സ്പയറി ഡേറ്റ് ഉള്ള ഒരു ഫുഡ് പ്രോഡക്റ്റ് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരെണ്ണം ഓർക്കാൻ പറഞ്ഞാൽ ഒറ്റ സാധനമേ നിങ്ങളുടെ മനസ്സിൽ വരുള്ളൂ. ഏതായിരിക്കും സാർ? ഏതായിരിക്കും? ആൻസർ നിങ്ങൾ മനസ്സിലോട്ട് വന്നിട്ടുണ്ടാവും, ബ്രെഡ് ആയിരിക്കും കേട്ടോ. ബ്രെഡ് മാത്രം മേടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഭയങ്കരമായിട്ട് വേറെ ഈ ബ്രെഡിന്റെ ഡേറ്റ് എത്ര ദിവസമുണ്ട് നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യും? സൂക്ഷിച്ച് നോക്കും. ബാക്കി എന്ത് മേടിക്കുമ്പോഴും സാധാരണ ആരും നോക്കാറില്ല. ബ്രെഡ് മേടിക്കുമ്പോഴാണ് സാധാരണ ഇത് എക്സ്പയറി ഡേറ്റ് കഴിയാനുള്ള ബ്രെഡാണ് എന്നുള്ളത് എന്ത് ചെയ്യും? നമ്മൾ നോക്കാറുണ്ട്. അടുത്തത് പ്രൈസ്, സാധനങ്ങളുടെ വില, അതും നമ്മൾ നോക്കാറുണ്ട്. അടുത്തത് വാറണ്ടി എത്രയാണെന്നുള്ളത്. അപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് സാധനം മേടിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ. സെക്കൻഡ് വൺ എക്സ്പയറി ഡേറ്റ്, ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി കാലയളവ് അല്ലെങ്കിൽ തീയതി. അടുത്തത് പ്രൈസ്, സാധനങ്ങളുടെ വില. ലാസ്റ്റത്തെ ആണ് വാറണ്ടി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, ഏതൊക്കെയാ? ഒന്ന് കണ്ണടച്ച് പറഞ്ഞു നോക്കി എല്ലാവരും. ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, എക്സ്പയറി ഡേറ്റ്, പ്രൈസ്, വാറണ്ടി. ഒന്നുകൂടെ കണ്ണടച്ചിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ച ക്വസ്റ്റ്യനുകളായിട്ട് ടിക്ക് ചെയ്ത് വെച്ചേക്കുക. ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്, എക്സ്പയറി ഡേറ്റ്, പ്രൈസ്, വാറണ്ടി. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, ഉപയോഗിക്കാൻ കഴിയുന്ന പരമാവധി കാലയളവ് അല്ലെങ്കിൽ തീയതി, സാധനങ്ങളുടെ വില. ലാസ്റ്റ് പോയിന്റ് ആണെന്ത്? വാറണ്ടി എന്ന് പറയുന്നത്. പഠിച്ചു കഴിഞ്ഞു, സെറ്റാണ്. ഓക്കെ അല്ലേ? അടുത്തിലോട്ട് പോകാലോ. യെസ്, അടുത്തതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്. എന്തിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്? അതായത് നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കുള്ളൂ. കടയിൽ പോയിട്ട് ഒരു സാധനമോ സേവനമോ, സാധനങ്ങൾ മേടിച്ച് കഴിയുമ്പോൾ ഒരിക്കലെങ്കിലും പറ്റിക്കപ്പെടാത്തവരായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ഒരാളും ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിൽ ഒരു കടയിലെങ്കിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാനായിട്ട് വന്നതാണ് ഇത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കുള്ളൂ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ്? ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനത്തിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു 5 പോയിന്റ്സ് ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളണം, വേറെ സമയം മാറ്റി വെക്കരുത്, ഇപ്പൊ തന്നെ പഠിച്ചോളണം കേട്ടോ. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ എൻ്റെ ഒപ്പം ഉറക്കെ പറയാനായിട്ട് നോക്കുക എല്ലാവരും. ഒരു 2 പ്രാവശ്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധനം പഠിക്കും, കാരണം ചെറിയ ചെറിയ പോയിന്റ്സാ. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്സ്, അതായത് ഉപഭോക്തൃ അവകാശങ്ങൾ എന്ത് ചെയ്യുക? അവിടെ സംരക്ഷിക്കുക, ഫസ്റ്റ് പോയിന്റ്. 2, ടു പ്രിവെന്റ് ഫ്രോഡ്സ്, തട്ടിപ്പുകളെ തടയുക, രണ്ടാമത്തെ ലക്ഷ്യം. 3,
ടു എംപവർ കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോക്താവിനെ ശാക്തീകരിക്കുക. 4 ടു ലെജിസ്ലേറ്റ്, നിയമനിർമ്മാണം നടത്തുക. അടുത്തത് ടു എൻഷുർ ദ ക്രെഡിബിലിറ്റി ഓഫ് ദ അഡ്വർടൈസ്മെന്റ്. നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റുന്നത് ചില പരസ്യങ്ങളിൽ ചെന്ന് തലവെച്ച് കൊടുക്കുമ്പോഴാണ്. പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണ് എന്ന് ഉറപ്പുവരുത്തുക. ചില ക്രീമുകളൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അധികം പരസ്യങ്ങൾ അങ്ങനെ കാണാറില്ല, പണ്ട് സ്ഥിരമായിരുന്നു ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്രീം മേടിച്ച് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുക്കും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതേപോലെ എന്ത് സംഭവം ആയിക്കോട്ടെ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സംഭവം പറഞ്ഞതാണ്. ടു എൻഷുർ ദ ക്രെഡിബിലിറ്റി ഓഫ് ദ അഡ്വർടൈസ്മെന്റ്, പരസ്യങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക. അടുത്തതാണ് ടു എൻഷുർ റെപ്രസെന്റേഷൻ ഓഫ് കൺസ്യൂമർ ഇൻ പൊളിറ്റിക്കൽ ഫോറംസ്, രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം എന്ത് ചെയ്യുക, അവിടെ ഉറപ്പാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 പ്രാവശ്യം നിങ്ങൾ വായിച്ചു നോക്കണം, കണ്ണടച്ച് ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കണം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കിട്ടുന്നുണ്ട്, ഒരു 5 പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംഭവം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സെറ്റാണ്. ചെറിയ പോയിന്റ് അല്ലേ? 1 കൺസ്യൂമർ റൈറ്റ്സ്, 2 ഫ്രോഡ് പ്രിവെന്റ് ചെയ്യുക, എംപവർ കൺസ്യൂമർ, ലെജിസ്ലേച്ചർ, പിന്നെ അതേപോലെ ക്രെഡിബിലിറ്റി ഓഫ് ദ അഡ്വർടൈസ്മെന്റ്. ഇത്രയും കഴിഞ്ഞാൽ തന്നെ 5 പോയിന്റ്സ് സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഓക്കെ, എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം ഒന്ന് പറഞ്ഞു നോക്കുക എല്ലാവരും. ഓക്കെ, യെസ്, അടുത്തതിലോട്ട് പോകുന്നു. ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് പഠിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രമേയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന സാധനമാണ് ഹൈലൈറ്റ്. എഴുതി വെച്ചോളണം. എക്സാമിന് 1 മാർക്കിന് ചോദിക്കും. ഓക്കെ, 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ എന്ത് ചെയ്തു, നിലവിൽ വന്നു. അപ്പോൾ കൺസ്യൂമർ, അവിടെ ഒരു സെക്ഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ കൺസ്യൂമർ ഡേ, ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണെന്നുള്ളത്. എക്സാമിന് ചോദിക്കും 24th ഡിസംബർ, അതാണ് നാഷണൽ കൺസ്യൂമർ ഡേ. അപ്പോൾ ദേശീയ ഉപഭോക്തൃ ദിനമാണ് ഏത്, ഡിസംബർ മാസം 24-ാം തീയതി. ഡിസംബർ 24 ആണെന്ത്, ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. പഠിച്ചല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊരൊറ്റ കാര്യം നോക്കിയാൽ മതി, ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്നാ പറയണ്ടേ, ഡിസംബർ 24-ാം തീയതി. ബാക്കി കൺസെപ്റ്റ് ഒന്നും ഓർത്തില്ലെങ്കിലും ഇത്രയും പഠിച്ചു വെച്ചോളണം. നമ്മുടെ മെറ്റീരിയലിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ, ഡിസംബർ 24 നാഷണൽ കൺസ്യൂമർ ഡേ, ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ചു വരുന്നു. ഓക്കെ, എഴുതിയല്ലോ എല്ലാവരും? യെസ്, എഴുതിയിട്ടുണ്ടാവും. അടുത്തതിലോട്ട് പോകട്ടെ. യെസ്, അടുത്തത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഞാൻ ഫുള്ള് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട. ഈ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമായിരുന്നു 1986. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നത് വരെ, കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ വരെ പഠിച്ചുകൊണ്ടിരുന്നത് 1986 ആക്ടാണ്. പക്ഷേ 1986 ആക്ട് ഒന്ന് ആലോചിച്ച് നോക്കി, 1986 ഈ പറഞ്ഞ ഓൺലൈൻ ഷോപ്പിംഗും അതേപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പോരായ്മകളുണ്ട് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. അപ്പോൾ ഇത് ഓവർകം ചെയ്യാനായിട്ട് വന്ന ഒരു നിയമമാണ് ഏത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഓക്കെ, അപ്പോൾ ഈ സംഭവം പരീക്ഷയ്ക്ക് ചോദിക്കും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്താണെന്നല്ല, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. എഴുതി വെച്ചോ, ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഇതിലൊരു ചോദ്യം ഉണ്ടാവും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 സവിശേഷതകൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാലോ. ഓക്കെ, ഇത് നിലവിൽ വന്നത് 2019, അന്ന് പാസ്സാക്കിയിട്ടുണ്ടെങ്കിലും ഇത് നിലവിൽ വന്നത് എന്നാ 2020 ജൂലൈ 20-നാണ് ഈ നിയമം എന്ത് ചെയ്തത്, നിലവിൽ വന്നത്. ഓക്കെ, 1986 നിയമത്തിന് പകരം അല്ലെങ്കിൽ അതിന്റെ പോരായ്മകൾ പരിഹരിച്ച് ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആക്കി ഇറക്കിയതാണ് ഏത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2020 എന്ന് പറയുന്നത്, 19 എന്ന് പറയുന്നത്. ഓക്കെ, 2020 ജൂലൈ 20-നാണ് അത് നിലവിൽ വന്നേക്കുന്നത്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇത് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ ഒപ്പം ഒന്ന് ഉറക്കെ വായിച്ച് പോകണം. കാരണം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഈ സംഭവം നമ്മൾ പഠിക്കാനായിട്ട് വേറെ സമയം മാറ്റി വെക്കില്ല. ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, പഠിച്ച് പോകും. പറ്റുമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വീഡിയോ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് സ്വയം ഒന്ന് പറഞ്ഞൊക്കെ എന്ത് ചെയ്യുക, നോക്കുക. വേറെ ഈ സംഭവം പഠിക്കാനായിട്ട് ടൈം എന്ത് ചെയ്യാതിരിക്കുക, മാറ്റി വെക്കാതിരിക്കുക. ഓക്കെ, ഒന്ന്, എസ്റ്റാബ്ലിഷ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, CCPA. അതായത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി സ്ഥാപിച്ചു. ഫസ്റ്റത്തെ ഫീച്ചർ ആണ്
എസ്റ്റാബ്ലിഷ്ഡ് എന്താ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, CCPA എന്ത് ചെയ്തു അവിടെ സ്ഥാപിച്ചു ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട്. രണ്ടാമതായിട്ട് കവേഴ്സ് റൂൾസ് ടു പ്രിവെന്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ബൈ e-commerce പ്ലാറ്റ്ഫോം. എടാ അന്ന് ഉണ്ടായിരുന്ന നിയമത്തിലുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്താണെന്നറിയോ? ഓൺലൈനായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ e-commerce പ്ലാറ്റ്ഫോമുകൾ അതൊന്നും ഇതിൽ എന്ത് ചെയ്തിരുന്നില്ല, ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ ന്യൂസിൽ ഇപ്പം അധികം കേൾക്കാറില്ല, പണ്ട് കേട്ടേക്കുന്നതാണ് ഫ്ലിപ്കാർട്ട് വഴിയായിട്ട് അതല്ലെങ്കിൽ ആമസോൺ വഴിയായിട്ട് അതല്ലെങ്കിൽ പല ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. ഇതൊക്കെ വഴിയായിട്ട് ഓർഡർ ചെയ്ത എന്താ ഇപ്പോൾ നെയ്മത്ത് എന്ന് പറയുന്ന ഒരു യുവാവിന് ആപ്പിൾ ഐഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് പകുതി കടിച്ച ആപ്പിൾ. ഞെട്ടി യുവാവ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പേപ്പറിലും അതേപോലെ യൂട്യൂബിലൊക്കെ നമ്മൾ പല തമ്പനയിലുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം അധികം കാണാറൊന്നുമില്ല. ഒരിടയ്ക്ക് ആ സംഭവം അതേപോലെയുള്ള ചീറ്റിംഗ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതിനെയൊക്കെ മാറ്റാനായിട്ട് ഇപ്പോൾ കുറേ സൊല്യൂഷൻസ് ഒക്കെ അതിന് പകരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ e-commerce പ്ലാറ്റ്ഫോംസ് എന്ത് ചെയ്തു, ഇതിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു. അതിൻ്റെ 86 നിയമത്തിന്റെ പ്രധാന പോരായ്മയായിരുന്നു e-commerce ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ e-commerce പ്ലാറ്റ്ഫോംസ് ഒന്നും ഇതിൻ്റെ അണ്ടറിലല്ല എന്നുള്ളത്. അപ്പോൾ e-commerce പ്ലാറ്റ്ഫോമുകൾ നടത്തുന്ന അന്യായമായ വ്യാപാരം തടയുന്നതിനുള്ള നിയമങ്ങൾ ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നു. helps in simplifying the consumer dispute resolution process. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ എന്ത് ചെയ്യുന്നു, അവിടെ ലളിതമാക്കുന്നു. ഓക്കെ, helps in simplifying consumer dispute resolution process. ഉപഭോക്തൃ തർക്ക പരിഹാര പ്രക്രിയ അവിടെ എന്ത് ചെയ്യുന്നു, കുറെ ലളിതമാക്കുന്നു. അടുത്തത് provide for punishment അല്ലെങ്കിൽ provide punishment for those who manufacture or sell adulterated or counterfeit goods. മായം കലർന്ന വ്യാജ വസ്തുക്കൾ നിർമ്മാണമോ വിൽപ്പനയോ നടത്തുന്നവരെ ശിക്ഷിക്കാൻ ഈ നിയമം എന്ത് ചെയ്യുന്നു, അവിടെ വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ, അത് പണ്ടത്തതിൽ ഉണ്ടായിരുന്നു, ഇതിലത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ട് എടുത്ത് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് പ്രൊഹിബിറ്റ് ദ ഡിസമിനേഷൻ ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ത് ചെയ്യുന്നു, തടയുന്നു. ആർക്കെങ്കിലും ഈ പറഞ്ഞ സംഭവം എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് കേസ് കൊടുക്കാനായിട്ട് പറ്റും. അത് കാണിക്കുന്നതാണത്. പ്രൊഹിബിറ്റ് ദ ഡിസമിനേഷൻ ഓഫ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ത് ചെയ്യുന്നു, തടയുന്നു. ലാസ്റ്റ് പോയിന്റ് guarantees the right to consumer education. ഉപഭോക്തൃ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശം എന്ത് ചെയ്യുന്നു, അവിടെ ഉറപ്പുവരുത്തുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അന്നത്തെ ജോഗ്രഫിയിൽ 10ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. 10ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആകെ ചോദിച്ചിരുന്നത് 4 മാർക്കിന്റെ ചോദ്യം. സ്ഥിരമായിട്ട് വന്നിരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ഈ 2 വർഷങ്ങളിലൊന്നും മാറ്റി ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനു മുമ്പ് സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഫീച്ചേഴ്സ്. അപ്പൊ ഇത്തവണത്തെ പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചോദിക്കാം, ഈ പറഞ്ഞ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഫീച്ചേഴ്സ് എന്ത് ചെയ്യുക, ഒരു 4 മാർക്കിന്റെ ചോദ്യമായിട്ട് എടുത്തിടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളാം. മിനിമം ഒരു 5 പോയിന്റ്സ് അവിടെ എന്ത് ചെയ്യാം, പഠിച്ച് വെക്കുക. ഓക്കെ, മിനിമം ഒരു 5 പോയിന്റ്സ് അവിടെ പഠിച്ചു വെച്ചാൽ നമ്മൾ സേഫ് ആണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ അല്ലേ പഠിക്കാൻ. CCPA കൊണ്ടുവന്നു, e-commerce പ്ലാറ്റ്ഫോമുകൾ ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു, കുറെ കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈഡ് ആക്കി. അടുത്തത് എന്താ, അഡൾട്ടറേറ്റഡ് കൗണ്ടർഫീറ്റഡ് ഗുഡ്സ്, അത് വിൽക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്തു, അങ്ങനെ വിൽക്കുന്നവരെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു നിയമം എന്ത് ചെയ്തു, അത് കുറെ കൂടെ സ്ട്രോങ് ആക്കി. മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ഈ കാരണങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളാണ് അതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ എപ്പോഴും പറയുന്നത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, വീഡിയോ പോസ് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഉപഭോക്താവിന്റെ അവകാശങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നു. എന്തൊക്കെയാണെന്ന് അറിയോ, ഒരു ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 5 രീതിയിലുള്ള അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിനുള്ളത്. പറഞ്ഞോട്ട് 5 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ, റൈറ്റ് ടു സീക്ക് റിട്രസൽ, അതേപോലെ റൈറ്റ് ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. 5 എണ്ണവും ഒരു പ്രാവശ്യം കൂടെ പറയും. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ, റൈറ്റ് ടു സീക്ക് റിട്രസൽ, ലാസ്റ്റ് റൈറ്റ് ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയും. റൈറ്റ് ടു സേഫ്റ്റി, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ സുരക്ഷിതത്വത്തിനുള്ള അവകാശം. എന്താണ് സുരക്ഷിതത്വത്തിനുള്ള അവകാശം? ജീവനും സ്വത്തിനും അപകടകരമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാവുമല്ലോ, അതിന്റെ വിപണനത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള അവകാശം. അതാണ് റൈറ്റ് ടു സേഫ്റ്റി അഥവാ സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. സിമ്പിൾ. റൈറ്റ് ടു ചൂസ്, നീ കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇന്ന സാധനം മേടിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള സാധനം വേണം മേടിക്കാനായിട്ട്. നമ്മളൊരു മൊബൈൽ ഫോൺ കടയിൽ
ഫോൺ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഷോപ്പ് കടയിലെ ചേട്ടൻ ആദ്യം നമ്മുടെ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ച് തരുന്ന 2 മോഡൽ ഫോൺസ് ആണ്, ഒന്ന് വിവോ, 2 ഓപ്പോ. നമ്മൾ റെഡ്മിയുടെ ഫോൺ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിൽക്കാൻ നിൽക്കുന്ന ആൾ ആദ്യം എന്ത് പറയും? ഈ 2 ഫോണിന്റെ ഫീച്ചേഴ്സ് നമ്മളോട് എടുത്ത് പറയും. അപ്പോൾ അതേപോലെ ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത് ഏതാ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കില്ല അവരെടുത്ത് തരുന്നത്. ആ അവർ എടുത്തു തരുന്ന സാധനം മേടിക്കാൻ ചിലപ്പോൾ നമ്മൾ നിർബന്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ഉപഭോക്താവിന്റെ അവകാശമാണ് റൈറ്റ് ടു ചൂസ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ് ടു ചൂസ്. ചിലപ്പോൾ നമുക്ക് കുറച്ച് വില കുറഞ്ഞ സാധനമായിരിക്കും കുറച്ച് എന്ത് ചെയ്യുന്നത് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപഭോക്താവിനുണ്ട്. 2, റൈറ്റ് ടു നോ. ആ പറയുന്ന സാധനത്തിനെ കുറിച്ചിട്ട് എല്ലാ വിവരങ്ങളും അറിയാനുള്ള അവകാശം. ദാറ്റ് മീൻസ് റൈറ്റ് ടു നോ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, പ്രൈസ്. ഒന്നുകൂടെ പറഞ്ഞു കേൾക്കുക. ക്വാളിറ്റി ഗുണമേന്മ, ക്വാണ്ടിറ്റി അളവ്, പ്യൂരിറ്റി ശുദ്ധത, പ്രൈസ് വില, ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? കൺസ്യൂമറിനുണ്ട്. അത് പറയുന്നതാണ് റൈറ്റ് ടു നോ അഥവാ അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത്. 3 പറഞ്ഞു. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ. ഓക്കെ, അപ്പോൾ സുരക്ഷിതത്വം, തെരഞ്ഞെടുക്കാൻ, അറിയാനുള്ള അവകാശം. ഇനി 2 ഉണ്ട്. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. പറഞ്ഞോട്ടെ, എന്താണ് സീക്ക് റിഡ്രസൽ എന്നുള്ളത്? സീക്ക് റിഡ്രസൽ എന്താണെന്ന് ചോദിച്ചാൽ, എടാ നമ്മൾ ആരെങ്കിലും പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാനുള്ള അവകാശമുണ്ട്? നമുക്ക് നമ്മളെ ചൂഷണം ചെയ്തു, അപ്പൊ അതുകൊണ്ട് എന്താ കൺസ്യൂമർ കോർട്ടിൽ പരാതി പറയാനുള്ള അവകാശം നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, നിയമസഹായം തേടാനുള്ള അവകാശം ഫ്രം അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആൻഡ് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷൻ. നമ്മൾ ഒരാൾ പറ്റിച്ചാൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകാനുള്ള അവകാശമുണ്ട്. അതിനെപ്പറ്റി പറയുന്നതാണ് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ എന്ന് പറയുന്നത്. അടുത്തത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമർ എഡ്യൂക്കേഷൻ, റൈറ്റ് ടു അക്വയർ നോളജ് ആൻഡ് സ്കിൽസ് ടു ബി ആൻ ഇൻഫോംഡ് കൺസ്യൂമർ. മലയാളത്തിൽ പറഞ്ഞ വിവരമുള്ള ഒരു ഉപഭോക്താവാകാനുള്ള അറിവും വൈദഗ്ധ്യവും നേടാനുള്ള അവകാശം ഏതിലുണ്ട്? ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒന്ന് പരിഹാരം തേടാനുള്ള അവകാശം. അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾക്കും ഉപഭോക്തൃ ചൂഷണങ്ങൾക്കും എതിരെ പരിഹാരം തേടാൻ. പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ? കൺസ്യൂമർ കോർട്ടിൽ പോകാന്നുള്ളതാണ്. കൺസ്യൂമർ കോർട്ടിൽ പോകാനായിട്ടുള്ള അധികാരവും നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും എൻ്റെ ഒപ്പം ഈ 5 അവകാശങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി. ഒന്നാമത്തെ റൈറ്റ് ടു സേഫ്റ്റി, പിന്നെ രണ്ടാമതായിട്ട് റൈറ്റ് ടു ചൂസ്, മൂന്നാമതായിട്ട് റൈറ്റ് ടു നോ, അടുത്തത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, അടുത്തത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഓക്കെ, മലയാളത്തിൽ സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, അതേപോലെ തന്നെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇതാണ് 5 പ്രധാനപ്പെട്ട അവകാശങ്ങളായിട്ട് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ഓക്കെ അല്ലേ? ഈ 5 കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ടൊന്ന് പറഞ്ഞു നോക്കി. റൈറ്റ് ടു സേഫ്റ്റി, ചൂസ്, നോ, സീക്ക് റിഡ്രസൽ ആൻഡ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ അവകാശങ്ങളായിട്ട് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എല്ലാവരും ഈ സംഭവം ഇവിടെ വെച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. വേണമെങ്കിൽ നമ്മുടെ ചാപ്റ്ററിന്റെ പകുതിയിലധികം പോർഷൻസ് അവിടെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അടുത്തത് കൺസ്യൂമർ കോർട്ട്. എന്താണ് കൺസ്യൂമർ കോർട്ട്? നമ്മൾ ആരെങ്കിലും പറ്റിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹായത്തിനായിട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് കൺസ്യൂമർ കോർട്ട് അഥവാ ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. അതായിരിക്കില്ല എക്സാമിന് ചോദിക്കുന്നത്. കൺസ്യൂമർ കോർട്ടിന്റെ ഒരു 3 ലെവൽ ഉണ്ട്. ഇത് പഠിച്ചു വെച്ചോളണം, എഴുതി വെച്ചോ, ഇമ്പോർട്ടന്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് എക്സാമിന് ചോദ്യം ചോദിക്കുന്നത്, എന്തായിരിക്കും നമ്മൾ പഠിക്കേണ്ടത് എന്ന് നോക്കാം. 3 ലെവലിലാണുള്ളത്. ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല്. നോക്കാം. ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. അപ്പൊ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ എല്ലായിടത്തും സെയിമാ. അതിന്റെ മുൻപിൽ എന്ത് ചേർത്താൽ മതി? ഡിസ്ട്രിക്ട് ലെവല്, അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവല്, അതേപോലെ തന്നെ നാഷണൽ ലെവല്. ഇപ്പൊ നമ്മുടെ കേസ് എന്ന് പറയുന്നത് ഏകദേശം 1 കോടി രൂപയിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1 കോടി രൂപ വരെയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നത് ഡിസ്ട്രിക്ട് ലെവലിലാണ്. നമ്മുടെ കേസിന്റെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1 CR to 10 CR വരെയാണെങ്കിൽ, 10 കോടി വരെയാണെങ്കിൽ നമുക്ക് ഏത് ലെവലിൽ പോകാം? സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനിൽ പോകാം. ഇനി നമുക്ക് നഷ്ടപരിഹാരം കിട്ടേണ്ട വില എന്ന് പറയുന്നത് 10 CR മേലെയാണ്, 10 കോടിക്ക് മേലെയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്നത് കൺസ്യൂമർ, അതായത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനിൽ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചർ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. എടാ, ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവല് എല്ലാവരും എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കി. 1 കോടി രൂപയ്ക്ക് താഴെയാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവല്, അതായത് ജില്ലാതലം. 1 കോടി മുതൽ 10 കോടി വരെയാണെങ്കിൽ സ്റ്റേറ്റ് ലെവല്, സംസ്ഥാന തലം. 10 കോടിക്ക് മേലെയാണെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, നാഷണൽ ലെവലിലാണ് പോകാൻ പറ്റുന്നത്. എടാ, അപ്പൊ സിമ്പിളാ. എടാ, 1 കോടിയാണെന്നുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട്,
1 കോടി ടു 10 കോടി ആണെങ്കിൽ സ്റ്റേറ്റ് ലെവൽ, 10 കോടിക്ക് മേലെ ആണെങ്കിൽ നാഷണൽ ലെവൽ. പഠിച്ചു കഴിഞ്ഞല്ലോ, സിമ്പിൾ ആണ്. അപ്പോൾ അതിന്റെ മുകളിലുള്ള ഒരെണ്ണമാണ് ഇത് ഈ പറയുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പോകാൻ പറ്റുന്നതാണ് ഇത് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ, അതിന്റെ മുകളിൽ ആരാ? സുപ്രീം കോടതി. അപ്പോൾ ഈ പറഞ്ഞ സാധനം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 1 കോടി രൂപ വരെ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എത്രയാ? 1 കോടി ടു 10 കോടി, ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 10 കോടിക്ക് മുകളിൽ. ഇതിന്റെ മുകളിലുള്ളതാണ് ഇത് ഈ പറയുന്ന സുപ്രീം കോടതി എന്ന് പറയുന്നത്. പഠിച്ചല്ലോ എല്ലാവരും? ഇത്രയേ ഉള്ളൂ. ഉപഭോക്തൃ കോടതികളെ 3 തലങ്ങളിൽ വിന്യസിച്ചിരിക്കുന്നു. ആ 3 എണ്ണമാണ് ഇത്. മെയിൻ ആയിട്ട് 3 തലങ്ങളിലേ ഉള്ളൂ. അതാണ് ഈ 3 എടുത്ത് പറഞ്ഞേക്കുന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാനം, അതേപോലെ ദേശീയം. എത്രയാണ് എമൗണ്ട് എന്നുള്ളത് നോക്കി വെച്ചേക്കണം. എക്സാമിന് ഈ 3 ലെവൽ എഴുതാൻ പറഞ്ഞിട്ട് നമ്മളോട് എന്ത് ചെയ്യണം? അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഇനി ഒരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. എക്സാമിന് ചിലപ്പോൾ ഇത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നൊരു ഓപ്ഷൻ ഉള്ളതാണ് ഈ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്നത്. ഏതാ? അഡ്വൈസറി കമ്മിറ്റി. 3 ടയർ അഡ്വൈസറി കമ്മിറ്റിയാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിലുള്ളത്. ഒരു 3 ടയർ അഡ്വൈസറി കമ്മിറ്റി, അതായത് ത്രിതല ഉപദേശക സമിതി എന്ന് പറയും. ത്രിതല ഉപദേശക സമിതി. ഇതിൽ വരുന്ന എന്താണെന്ന് അറിയോ? അല്ലെങ്കിൽ ഈ കമ്മിറ്റികളുടെ പ്രധാന റോൾ എന്താണെന്ന് അറിയോ? സർക്കാരുകൾക്ക് ഉപഭോക്താവിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയമ ഉപദേശം നൽകുക അല്ലെങ്കിൽ ഉപദേശം നൽകുക എന്നുള്ളതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന കമ്മിറ്റികൾ ഉള്ളത്? ഗവൺമെന്റിനെ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഉപദേശം നൽകുക, അതല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ കമ്മിറ്റിയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ 3 ടയർ അഡ്വൈസറി കമ്മിറ്റി ഏതൊക്കെ ലെവലിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് ഒരു 3 മാർക്കിന്റെ ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ എഴുതേണ്ടതാണ് ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, 2 സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ലാസ്റ്റത്തതാണ് നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അതായത് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. എടാ സിമ്പിൾ അല്ലേ? ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അതേപോലെ തന്നെയുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ചിരുന്നതിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് മുൻപിൽ നമുക്ക് എന്ത് ചേർത്ത് കൊടുത്താൽ മതി? ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ എന്നുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. അതിന്റെ അപ്പുറത്ത് ആ പ്രൊട്ടക്ഷൻ കൗൺസിൽ നിന്നും കൂടെ ചേർത്താൽ നമ്മുടെ ആൻസർ അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു 3 ടയർ അഡ്വൈസറി കമ്മിറ്റി ഉണ്ടായിരുന്നല്ലോ, ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയണം. എടാ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ. എക്സാമിന് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, എടാ ഈ 3 തരത്തിലുള്ള കമ്മിറ്റികളുണ്ട്, അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, മെയിൻ റോൾ എന്താണ് ഇവരുടെ എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടേ? ഇങ്ങനെ 3 ലെവൽ കമ്മിറ്റി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്തിനു വേണ്ടിയിട്ടാ? ഈ ഉപഭോക്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, കൺസ്യൂമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെന്റിന് എന്ത് കൊടുക്കുക? അഡ്വൈസ് കൊടുക്കുക, ഉപദേശം കൊടുക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. പഠിച്ചല്ലോ എല്ലാവരും? സെറ്റാണല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ അടുത്തതിലോട്ട് പോകുന്നു. വേരിയസ് ടൈപ്പ് ഓഫ് ഫ്രോഡ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെത്തേഡ്സ് ടു ബി അപ്രോച്ച്ഡ് ടു റിസോൾവ് ദം. ഫ്രോഡ്സ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകളാണെങ്കിൽ നമുക്ക് പരാതി കൊടുക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് സമീപിക്കാവുന്ന സ്ഥാപനങ്ങളാണ് കോൺടാക്ട് UGC, AICTE, സ്റ്റേറ്റ് ബോർഡ്. UGC, AICTE, സ്റ്റേറ്റ് ബോർഡ് എന്നിവയുമായിട്ട് ബന്ധപ്പെടുക. ഇനി നമ്മൾ പഠിക്കുന്ന ഏകദേശം ഫ്രോഡുകൾ നോക്കുകയാണെങ്കിൽ ഒരു 5 തരത്തിലുള്ള ഫ്രോഡുകൾ നമ്മൾ പഠിക്കും. ഒന്ന് ഫ്രോഡ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രണ്ടാമതായിട്ട് ഹെൽത്ത് കേസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫ്രോഡ്, പിന്നെ അതേപോലെ ഫ്രോഡുലന്റ് ഓഫേഴ്സ് ഓഫ് ജോബ് എബ്രോഡ്, വിദേശത്ത് ജോലി നൽകാം എന്ന് പറഞ്ഞ് പറ്റിക്കുന്നത്, ഓൺലൈൻ ഫ്രോഡ്, പിന്നെ ഒരെണ്ണമുള്ളത് ബാങ്കിങ് ഫ്രോഡ്. അപ്പോൾ ഇതേപോലുള്ള തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് സമീപിക്കാവുന്ന സ്ഥാപനങ്ങൾ, അതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ അതെന്ത് ചെയ്യണം? അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. നമുക്ക് ഉണ്ടാക്കി നമുക്ക് എഴുതാനായിട്ട് പറ്റുമൊന്നുമില്ല. കാരണം ഇപ്പൊ UGC, AICTE, സ്റ്റേറ്റ് ബോർഡ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എന്തോളണം? അത് വായിക്കുകയോ അതേപോലെ എഴുതി നോക്കുകയൊക്കെ ചെയ്തോളണം കേട്ടോ. അപ്രോച്ച് കൺസ്യൂമർ ഫോറം, അതായത്
ഉപഭോക്തൃ ഫോറത്തെ സമീപിക്കുക. ലോഡ്സ് എ കംപ്ലൈന്റ് വിത്ത് ദ പോലീസ്, പോലീസിൽ പരാതി നൽകുക. ലാസ്റ്റ് പോയിന്റ്, കോണ്ടാക്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയും സ്ഥാപനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഈ ലോഡ്സ് എ കംപ്ലൈന്റ് വിത്ത് പോലീസ് അതെല്ലാം ഇതിലും കോമൺ ആയിട്ട് വരുന്നതായതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സമീപിക്കാൻ പറ്റും എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് ആണെന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള തട്ടിപ്പുകളാണെങ്കിൽ. അടുത്തത് ഹെൽത്ത് കെയർ ഫ്രോഡ്, ആരോഗ്യ രംഗത്തെ കബളിപ്പിക്കൽ. അപ്പോൾ ഒരുപാട് രീതിയിലുള്ള കബളിപ്പിക്കൽ ഈ പറഞ്ഞ ആരോഗ്യ രംഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ചിലർക്ക് അത് അനുഭവപ്പെട്ടേക്കുന്നവരുമായിരിക്കുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് മെയിൻ ആയിട്ടൊരു 4 സ്ഥാപനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം, അതിനായിട്ട് സമീപിക്കാം. ഒന്ന്, ഫയൽ എ കംപ്ലൈന്റ് ത്രൂ ദ ഗ്രീവൻസ് പോർട്ടൽ ഓഫ് ദ സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ. സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിലിലെ ഗ്രീവൻസ് പോർട്ടൽ വഴി എന്ത് ചെയ്യാം, പരാതി നൽകാം. അടുത്തത്, കംപ്ലൈന്റ് വിത്ത് റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് ഹെൽത്ത്. ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് സഹിതം പരാതി നൽകാം. അടുത്തത്, ഫയൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇൻ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ഫോർ സീരിയസ് ഹെൽത്ത് ഫ്രോഡ്. ഗുരുതരമായ ആരോഗ്യ തട്ടിപ്പുകൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും PIL പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്യാം. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പൊതു താല്പര്യ ഹർജി എന്ന് പറയും. അതെന്ത് ചെയ്യാം, സമർപ്പിക്കാം. ലാസ്റ്റത്തതാണ് D, ഫയൽ എ കംപ്ലൈന്റ് ത്രൂ ആരോഗ്യ സേതു ആപ്പ്. ഓക്കെ, ആരോഗ്യ സേതു ആപ്പ് വഴിയും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെയുള്ള കബളിപ്പിക്കലുകൾക്ക് പരാതി നൽകാം. അപ്പോൾ ഒരുപാട് ഹെൽത്ത് കെയർ ഫ്രോഡുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ എന്തെങ്കിലും നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെയാണ് സമീപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ പറഞ്ഞ സംഭവം എന്ത് ചെയ്തേക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഫ്രോഡുലന്റ് ഓഫർ ഓഫ് ജോബ് എബ്രോഡ്, വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലുകൾ. ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഒരു പരസ്യം കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരസ്യം നമ്മൾ എന്ത് ചെയ്തു, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടു, ജർമ്മനിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് ചുരുങ്ങിയ ചെലവിൽ പോകാം. അപ്പോൾ അവിടെ ആദ്യം നമുക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, നമുക്ക് കുറച്ച് രജിസ്ട്രേഷൻ ചാർജുകളുണ്ട്, അതിലേക്ക് ഒരു 10,000 റുപ്പീസ് അടയ്ക്കണം. അപ്പോൾ 10,000 റുപ്പീസ് അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര കൺവിൻസിംഗ് ഒക്കെ ആയിട്ടായിരിക്കും ആദ്യം സംസാരിക്കുന്നത്. പിന്നെ അവർ പറയും നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ടായിരിക്കുള്ളൂ. ചിലർക്ക് ആദ്യത്തെ ഇന്റർവ്യൂ തന്നെ കിട്ടും, ചിലർക്ക് രണ്ടാമത്തെ ഇന്റർവ്യൂ, മൂന്നാമത്തെ ഇന്റർവ്യൂ. അപ്പോൾ അങ്ങനെയൊക്കെ അന്വേഷിച്ച് പോയി കഴിയുമ്പോൾ ഓരോ ഇന്റർവ്യൂവിനും ചിലപ്പോൾ നമ്മൾ പൈസ കൊടുക്കേണ്ടതൊക്കെ വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് പൈസയൊക്കെ പോയി കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് ഇവരുടെ അണ്ടറിൽ വിദേശത്തേക്ക് പോയേക്കുന്നവരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എന്നെ ഇവർ പറ്റിക്കുകയായിരുന്നു. ഇതേപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മളിന്ന് അറിഞ്ഞും അറിയാതെയും എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള തട്ടിപ്പുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഒന്ന്, ക്യാൻ കംപ്ലൈന്റ് ത്രൂ പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രേറ്റ്, POE, പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടാം. എ കേസ് ക്യാൻ ഫയൽ അണ്ടർ IPC സെക്ഷൻ 420. ഇപ്പം ആ സംഭവം മാറിയിട്ടുണ്ട്, BNS ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ IPC സെക്ഷൻ 420 പ്രകാരം എന്ത് ചെയ്യാം, അവിടെ കേസ് കൊടുക്കാം. മൂന്നാമത്തത്, ഇഫ് യു വെർ സ്കാംഡ് ആഫ്റ്റർ അറൈവിംഗ് അറ്റ് ദ ഫോറിൻ കൺട്രി യു ക്യാൻ ലോഡ്ജ് എ കംപ്ലൈന്റ് വിത്ത് ഇന്ത്യൻ എംബസി ഓർ ഹൈ കമ്മീഷൻ. വിദേശത്ത് എത്തിയ ശേഷമാണ് പറ്റിക്കപ്പെടുന്നത് എങ്കിൽ, നമുക്ക് വിചാരിച്ച പോലെ ജോലി അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ ഹൈ കമ്മീഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടാം. അടുത്തത്, ക്യാൻ ഗെറ്റ് ഇറ്റ് ടച്ച് വിത്ത് എ പ്രവാസി സഹായതാ കേന്ദ്ര PBSK ടോൾ ഫ്രീ നമ്പർ 1800113090. പ്രവാസി ഭാരതീയ സഹായ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം. അതിൻ്റെ ടോൾ ഫ്രീ നമ്പറും അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് നടത്തുന്ന പറ്റിക്കലുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. ഓക്കെ, അടുത്തത് ഓൺലൈൻ ഫ്രോഡ്. 2 എണ്ണം കൂടി ഉള്ളൂ, ഓൺലൈൻ ഫ്രോഡും അതേപോലെ ബാങ്കിങ് ഫ്രോഡും. ഓൺലൈൻ തട്ടിപ്പുകൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. അതിൽ ഒന്നാമത്തതാണ് കംപ്ലൈന്റ് ടു സൈബർ ക്രൈം അറ്റ് cybercrime.gov.in. 2, റിപ്പോർട്ട് ടു സെർട്ട് ഇൻ പോർട്ടൽ, അതായത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ IT മേഖലയൊക്കെ കൂടുതലും കൺട്രോൾ ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ ഇതുവഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. സബ്മിറ്റ് എ കംപ്ലൈന്റ് ത്രൂ ദ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഓർ അറ്റ് info@crt.org.in എന്ന് പറയുന്ന ആ വെബ്സൈറ്റ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കാനായിട്ട് നോക്കുക. എല്ലാം ഒറ്റയടിക്ക് പഠിക്കാതെ ഒരു രണ്ടെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, പഠിച്ച് നീക്കാനായിട്ട് നോക്കണം കേട്ടോ, ഈ ടൈപ്സ് ഓഫ് ഫ്രോഡ്. അപ്പോൾ സൈബർ ക്രൈം സെല്ലിൽ നമുക്ക് പരാതി കൊടുക്കാം, സെർട്ടിനിലെ പോർട്ടൽ വഴി പരാതി കൊടുക്കാം, ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ വഴിയോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ info@crt.in
ORG.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പരാതി സമർപ്പിക്കാം. ലാസ്റ്റത്തതാണ് ബാങ്കിങ് തട്ടിപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് കേൾക്കാറുള്ളതാണ് ഈ പറഞ്ഞ ബാങ്കിങ് ഫ്രോഡുകൾ എന്ന് പറയുന്നത്. OTP ഫോൺ വഴി വിളിച്ചിട്ട് എന്താ ATM കാർഡ് റിന്യൂ ചെയ്യാനാണ്, നിങ്ങളുടെ OTP ഒന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ചോദിക്കും. അതേപോലെ ATM കാർഡിന്റെ ബാക്കിലുള്ള CVV നമ്പറൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യും, ചിലപ്പോൾ കോളുകൾ വരും. അപ്പോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളെല്ലാം ബാങ്കിങ് ഫ്രോഡിന്റെ ഉള്ളിലാണ് വരുന്നത്. അപ്രോച്ച് ദ ബാങ്ക് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, ബ്രാഞ്ച് മാനേജർ എന്ത് ചെയ്യാം, സമീപിക്കാം. അതേപോലെ തന്നെയുള്ള ഒരെണ്ണമാണ് ഇഫ് ദ ബാങ്ക് ഡസ് നോട്ട് റെസ്പോണ്ട് വിത്തിൻ 30 days യു ക്യാൻ അപ്രോച്ച് ദ RBI ഓംബുഡ്സ്മാൻ. 30 ദിവസത്തിനുള്ളിൽ ബാങ്ക് ഈ പറഞ്ഞ സംഭവം മറുപടി തരാത്ത പക്ഷം RBI ഓംബുഡ്സ്മാനെ നമുക്ക് എന്ത് ചെയ്യാം, സമീപിക്കാം. ലാസ്റ്റ് പോയിന്റ്, ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ ഒരു ടോൾ ഫ്രീ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്കിങ് ഓംബുഡ്സ്മാന്റെ ടോൾ ഫ്രീ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് 14448. അതല്ല എന്നുണ്ടെങ്കിൽ cgmbank@rbi.org.in ഇതുവഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രോഡ് അല്ലെങ്കിൽ തട്ടിപ്പുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് പഠിച്ചത്? ഒന്നാമതായിട്ട് ഫ്രോഡ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞു, ഹെൽത്ത് കെയർ ഫ്രോഡുകൾ പറഞ്ഞു, ഫ്രോഡുലന്റ് ഓഫേഴ്സ് ഓഫ് ജോബ് എബ്രോഡ് എന്നുള്ളത് പറഞ്ഞു, ഓൺലൈൻ ഫ്രോഡ് പറഞ്ഞു, ലാസ്റ്റ് ബാങ്കിങ് ഫ്രോഡും എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ഥലത്തെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബൈഹാർട്ടായിട്ട് തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. കാരണം ഇത് പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പോലീസിൽ പരാതി കൊടുക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാത്തിലും കോമൺ ആയിട്ട് പറയാൻ പറ്റും. എങ്കിൽ കൂടെ ഈ ഒരു സംഭവം നമുക്ക് ബൈഹാർട്ടായിട്ട് തന്നെ പഠിക്കണം. ഏതൊക്കെ സ്ഥാപനങ്ങളെയാണ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. എക്സാമിന് ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കും, എന്നിട്ട് എഴുതാൻ പറയും. ബാക്കിയുള്ള സെക്ഷൻസ് പോലും നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റണം എന്നില്ല. ഇത് പഠിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, വായിച്ച് ഈ സംഭവം പഠിക്കണം. അടുത്തത് ഹൗ ടു ഫയൽ കംപ്ലൈന്റ്, പരാതികൾ എങ്ങനെ സമർപ്പിക്കാം. ഒരു ഉപഭോക്താവ് കബളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓഫീസിലോ അതല്ലെങ്കിൽ ഉപഭോക്തൃ കോടതികളിലോ എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. കംപ്ലൈന്റ് വിത്ത് റെസ്പെക്റ്റീവ് ഓഫീസ് ഓർ കൺസ്യൂമർ കോർട്ട്. പറ്റിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസിലോ അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിലോ ഡയറക്റ്റ് എന്ത് ചെയ്യാം, പരാതി കൊടുക്കാനായിട്ട് പറ്റും. പരാതിയുള്ള ആർക്ക് വേണമെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൽ വിശദമായിട്ട് പരാതി എഴുതിയിട്ട് പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസ്, ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പൈസ കൊടുത്തിട്ടാണ് ഈ സംഭവം മേടിച്ചേക്കുന്നത്, ചിലപ്പോൾ അതിൻ്റെ ബില്ലായിരിക്കാം, അതേപോലെയുള്ള എവിഡൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പരാതി കൊടുക്കാം. ഇതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓൺലൈനായിട്ട് നമ്മൾ പൈസ അടച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ പൈസ അടച്ചേക്കുന്ന ഒരു റെസീപ്റ്റ് ആയിരിക്കാം നമ്മുടെ കയ്യിലുള്ളൊരു തെളിവെന്ന് പറയുന്നത്. അപ്പോൾ ഈ തെളിവ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ പരാതി കൊടുക്കുന്ന സമയത്ത് അതിനോടൊപ്പം നമുക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നു. വളരെ കുറച്ച് കാര്യങ്ങളും കൂടി ഉള്ളൂ. ഓക്കെ, ചാപ്റ്ററിൽ ഒരു 5% ടോപ്പിക് കൂടെ ബാക്കിയുള്ളൂ എന്ന് പറയാം. അതിലൊന്നാണ് ഈ ക്വാളിറ്റി സിംബൽസ്. ISI മാർക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ഈ ISI മുദ്ര എന്ന് പറയുന്നത്, അതായത് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്നൊരു ഹെഡിങ് അവിടെ കാണാൻ പറ്റും. ഈ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, ISI മാർക്ക്. നമ്മുടെ മെറ്റീരിയലിൽ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ISI മാർക്ക് എന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് ഉണ്ടാകും, അവിടെ എഴുതി വെച്ചേക്കുക. എല്ലാത്തിന്റെയും ഗുണമേന്മയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർക്കുകൾ തന്നെയാണിത്, ഈ 3 പക്ഷെ ഇവിടെ ഹൈലൈറ്റ് ചെയ്തോളണം, വല്ല ഗ്രീൻ കളർ ഹൈലൈറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്റെ ഗുണമേന്മ, ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് ISI മാർക്ക് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ ആണ് സിമന്റ്, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ, ഇതെല്ലാം ഇതിനുള്ളിൽ വരുന്നതാ. ഇതാണ് ISI മാർക്ക്. അഗ്മാർക്ക് എന്താണെന്ന് നോക്കാം. അഗ്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷിക ഉൽപ്പന്നങ്ങൾ. ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ സൂചിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത്, അഗ്മാർക്ക്. സിംബൽ ഈസ് യൂസ്ഡ് ടു എൻഷുർ ദ ക്വാളിറ്റി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്ട്രി പ്രോഡക്ട്സ്. അതായത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് അഗ്മാർക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റത്തതാണ് FSSAI. ഓക്കെ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അതിന്റെ ഫുൾ ഫോം. നിങ്ങൾ ഏതൊരു ഫുഡ് പ്രോഡക്ട്സ്, ലേസ് ആയിക്കോട്ടെ, ചീറ്റോസ് ആയിക്കോട്ടെ, മറ്റേത് ഫുഡ് പ്രോഡക്ട്സ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഒരു സംഭവം കാണാൻ പറ്റും, FSSAI. ഡയറി മിൽക്ക്, മറ്റേ ഏത് സംഭവം, ഡയറി മിൽക്ക് ആയിക്കോട്ടെ, ഏത് സംഭവം ആയിക്കോട്ടെ, എടുത്ത് നോക്കിക്കോ, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് FSSAI എന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, കാണാൻ പറ്റി. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഫുഡ് പ്രോഡക്ട്സിന്റെ പാക്കറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കിയേക്കുക. ഇങ്ങനത്തെ ഒരു സിമ്പൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാണാനായിട്ട് പറ്റും, FSSAI എന്നുള്ളത്. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ISI മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എന്താ
ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, അതേപോലെ തന്നെ അഗ്മാർക്ക് ആണെന്നുണ്ടെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, FSSAI ആണെങ്കിൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നു, എൻഷുർ ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് പ്രോഡക്ട്സ്. ഓക്കെ, ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ് BIS ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ISI മുദ്ര നൽകാറുണ്ട്. ഓക്കെ, ISI മുദ്ര അവിടെ നൽകാറുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേക്കാം. മെയിൻ ആയിട്ട് ഇത്രയും കാര്യമുള്ളൂ. ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കാണിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ISI. കാർഷിക ഉൽപ്പന്നമാണെങ്കിൽ അഗ്മാർക്ക്, ഫുഡ് സേഫ്റ്റി, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ FSSAI എന്ന് പറയും. ഇത്രയും കാര്യങ്ങളെ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ എക്സാമിന് ഇതെങ്ങനെ ചോദിക്കും? ISI മാർക്ക് എന്നിട്ട് ഇത് എന്തിനു ഉപയോഗിക്കുന്നു, അതേപോലെ അഗ്മാർക്ക് ഈ ഒരു സിമ്പിൾ കാണിച്ചിട്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, FSSAI ഇത് കാണിച്ചിട്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ആ പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് ആണ് ചാപ്റ്ററിലെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ശരിക്കും കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുൻപ് വരെ നമ്മൾ ഒരാൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെയാണ് ഇതിൽ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് പലർക്കും ഉണ്ടാവില്ല. ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എടാ, ഏതെങ്കിലും ഒരു ഷോപ്പുകാരൻ എന്നെ പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കൊരു പ്രോപ്പർ ഐഡിയ ഉണ്ട്. സോ അത് ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ഈ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് തന്നെയാണ് കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം. എക്സാമിന് ചോദിക്കുന്നത് കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ ഉപഭോക്താക്കൾ തങ്ങളുടെ ആവശ്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും തിരഞ്ഞെടുപ്പ്, വിപണിയിലെ വ്യത്യാസങ്ങൾ, ഉപഭോക്തൃ നിയമങ്ങൾ എന്നിവയെ കുറിച്ചിട്ടുള്ള അറിവ് നൽകുന്നത് ഈ പറഞ്ഞ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണ്, ഉപഭോക്തൃ വിദ്യാഭ്യാസമാണ്. അപ്പൊ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമർ അബൌട്ട് ത്രൂ ദെയർ റൈറ്റ്, റെസ്പോൺസിബിലിറ്റി, അതേപോലെ എന്താ ചോയ്സ് ഓഫ് പ്രോഡക്ട്സ്, സർവീസ്, ഡിഫറൻസ് ഇൻ മാർക്കറ്റ് ആൻഡ് കൺസ്യൂമർ ലോസ്. ഇതിനെയൊക്കെ കുറിച്ച് കൺസ്യൂമർ അവെയർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടതാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ അഥവാ ഉപഭോക്തൃ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഇതേപോലുള്ള ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. കൺസ്യൂമർ ഡേ ആചരിക്കാം, ആളുകൾ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവെയർ ആക്കാം. കൺസ്യൂമർ എഡ്യൂക്കേഷൻ റൈസസ് അവെയർനെസ് ആൻഡ് ഇൻസ്റ്റിൽ self-protection values among the consumer. This help the consumer to be protected from ഫ്രോഡ്സ് ആൻഡ് റോങ്ഫുൾ ട്രാൻസാക്ഷൻ. ഉപഭോക്തൃ വിദ്യാഭ്യാസം ഉപഭോക്താക്കളിൽ ബോധവൽക്കരണം ഉറപ്പാക്കുകയും സ്വയം സുരക്ഷാ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് തട്ടിപ്പുകളിൽ നിന്ന്, തെറ്റായ ഇടപാടുകളിൽ നിന്നും സംരക്ഷിതരാകാനായിട്ട് ഉപഭോക്താക്കളെ സഹായിക്കുന്നു. അപ്പൊ എന്താണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ? ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചോദിക്കുന്നത് ചാപ്റ്റർ ലാസ്റ്റ് ടോപ്പിക് ഇവനെ ആയിരിക്കുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഫസ്റ്റ് വൺ, ടു പ്രൊട്ടക്ട് കൺസ്യൂമർ റൈറ്റ്, ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. സെക്കൻഡ് വൺ, ടു മേക്ക് കൺസ്യൂമർ അവെയർ ഓഫ് ദെയർ റെസ്പോൺസിബിലിറ്റി, അതായത് ഉപഭോക്തൃ ഉത്തരവാദിത്തങ്ങൾ ബോധ്യമാക്കുക. അടുത്തത്, ടു എൻഷുർ സേഫ്റ്റി ഇൻ ട്രേഡ്, എസ്പെഷ്യലി ഓൺലൈൻ ട്രേഡ്, വ്യാപാരത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ വ്യാപാരത്തിൽ സുരക്ഷ ഉറപ്പാക്കുക. അടുത്തത്, ടു ഐഡന്റിഫൈ എത്തിക്സ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ദ മാർക്കറ്റ്, വിപണിയിൽ ധാർമ്മികതയും ചട്ടങ്ങളും തിരിച്ചറിയുക. അടുത്തത്, ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോസ്, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ചിട്ടുള്ള ബോധവൽക്കരണം നടത്തുക. ലാസ്റ്റ് പോയിന്റ്, ടു എൻഷുർ ഹെൽത്ത് സേഫ്റ്റി, ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ഒരു പോയിന്റും കൂടി ഉണ്ടായിരുന്നു, അതാണ് ഉപഭോക്തൃ നീതി പ്രോത്സാഹിപ്പിക്കുക. ടു പ്രൊമോട്ട് കൺസ്യൂമർ ജസ്റ്റിസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ആദ്യം പറഞ്ഞ യൂട്ടിലിറ്റിയുടെ ഒക്കെ ഒരു ഭാഗം നമുക്ക് ചിലപ്പോൾ പഠിക്കാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും, മനസ്സിലാക്കാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ട് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് ഇപ്പം തന്നെ ക്ലിയർ ആയിട്ടുണ്ടാകും. മനസ്സിലാവാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും ആ സംഭവം എന്ത് ചെയ്യണം, ഒന്ന് റിപ്പീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കണം. പിന്നെ ഇതിൽ ഫാക്ച്വൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ടൈപ്പ് ഓഫ് ഫ്രോഡ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ബാക്കി എല്ലാ കൺസെപ്റ്റും നമുക്ക് ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന കൺസെപ്റ്റുകളേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യുന്നു. ചാപ്റ്ററിൽ പഠിച്ചത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പഠിച്ചു, യൂട്ടിലിറ്റി എന്താണ് എന്നുള്ള എക്സാമ്പിൾ സഹിതം പഠിച്ചു. എക്സാമ്പിളൊക്കെ പ്രോപ്പറായിട്ട് നോക്കിക്കൊള്ളണം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, കാർഡിനൽ യൂട്ടിലിറ്റി, ഓക്കെ, ഉപയുക്ത സീമാന്ത, അതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ്, എത്ര ഗുഡ്സ് ടൈപ്സ് നമ്മൾ പഠിച്ചു, ഒരു 5 ടൈപ്പ് ഗുഡ്സ് ആണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്തത്, 6 ടൈപ്പ് ഗുഡ്സ് ആണ് മെയിനായിട്ട് നമ്മളവിടെ നോക്കിയത്. ഓക്കെ, ഡ്യൂറബിളും നോൺ ഡ്യൂറബിളും ലാസ്റ്റ് അവിടെ നോക്കി. ഇനി
അതിനുശേഷം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് വേർഷൻ ആയിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. അതിൽ റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ എന്തൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി. ഒരു 5 രീതിയിലുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? റൈറ്റ് ടു സേഫ്റ്റി, ചൂസ്, റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു നോ, അതേപോലെ റൈറ്റ് ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, കൺസ്യൂമർ കോർട്ട്, ഓരോന്നിലും എത്ര ലെവൽ വെച്ചിട്ടാണ് അതിന്റെ എമൗണ്ട് വരുന്നത് എന്നുള്ളത് നോക്കിയായിരുന്നു. ഏറ്റവും ലാസ്റ്റ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്താണെന്നും നമ്മൾ നോക്കി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല പക്കയായിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 1 മാർക്ക് പോലും എന്ത് ചെയ്യരുത്, മിസ്സാവരുത്. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, കാണാം. സോ അതുവരെ ടാറ്റ.